ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും ഈ ക്ലാസ്സിൻ്റെ അവസാന ക്ലാസ്സാണല്ലോ ഇന്ന് രാത്രിയിൽ നമുക്ക് ഇന്ന് ഇത്രയും പേർക്ക് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ തന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാരംഭമായി നമുക്ക് 2 ഗാനങ്ങൾ ശ്രദ്ധിക്കാം. ഇന്ന് 2 സഹോദരന്മാരായിരിക്കും പാട്ട് ലീഡ് ചെയ്യുന്നത്. ബ്രദർ സാമുവേൽ ടി ഫിലിപ്പും ജോമോനുമായിരിക്കും. സദസ്സ് ഒരു കാര്യം ചെയ്യണം, ഇവരുടെ കൂടെ പാടാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പാടുന്നതൊന്നും വച്ച് കേൾക്കുന്നില്ല. പാട്ട് അറിയാൻ വയ്യാത്തതാണെന്ന് എനിക്കറിയത്തില്ലെങ്കിലും എല്ലാവരും ഒരുമിച്ച് പാടിയാൽ നല്ലതായിരിക്കും. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവവചനമാണ് കേട്ടുകൊണ്ടിരുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗാനങ്ങളാണ് ഇന്ന് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് പാടുന്നത്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി കരങ്ങളെ അടിച്ച് നമുക്ക് പാടാം. സത്യവേദം ഒന്ന് മാത്രം എത്ര ശ്രേഷ്ഠമേ, കർത്താവിൻ്റെ ദാസൻ TK സാമുവേൽ സാർ എഴുതിയ ഗാനമാണ്. 436-ാമത്തെ പാട്ട്. സത്യവേദമൊന്നു മാത്രമെത്ര ശ്രേഷ്ഠമേ, വെളിപ്പെടുത്തിടുന്ന സാക്ഷ്യമേ. സത്യവേദമൊന്നു മാത്രമെത്ര ശ്രേഷ്ഠമേ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തിടുന്ന സാക്ഷ്യമേ. നിത്യജീവമന്നയാമതെൻ്റെ ഭക്ഷ്യമേ, നിത്യജീവമന്നയാമതെൻ്റെ ഭക്ഷ്യമേ. യുക്തിവാദമൊക്കെയും എനിക്ക് ലക്ഷ്യമേ, യുക്തി ഏഴകൾക്കുമേകിടുന്നു ദിവ്യബോധമേ. പാതയിൽ പ്രകാശമേകിടുന്ന ദീപമേ, പാതയിൽ പ്രകാശമേകിടുന്ന ദീപമേ. സാദമേറിടുന്നവർക്കു ജീവപൂപമേ, സാദമേറിടുന്നവർക്കു ജീവപൂപമേ. സങ്കടത്തിൽ ആശ്വസിക്കത്തക്ക വാക്യമേ, സന്തതം സമാദരിക്കിലത്ര സൗഖ്യമേ. സംശയിച്ചിടേണ്ടതെല്ലും അത്ര യോഗ്യമേ, സംശയിച്ചിടേണ്ടതെല്ലും അത്ര യോഗ്യമേ. സമ്മതിച്ചനുസരിപ്പവർക്കു ഭാഗ്യമേ, സമ്മതിച്ചനുസരിപ്പവർക്കു ഭാഗ്യമേ. ശത്രുവെ ജയിച്ചടക്കുവാൻ കൃപാണമേ, സത്യമാദരിക്കുവോർക്കു സൽപ്രമാണമേ. നിത്യവും സമസ്തരും പഠിച്ചിടണമേ, നിത്യവും സമസ്തരും പഠിച്ചിടണമേ. സത്യപാത ക്രിസ്തുനാഥനെന്നു കാണുമേ, സത്യപാത ക്രിസ്തുനാഥനെന്നു കാണുമേ. സത്യവേദമൊന്നു മാത്രം എത്ര ശ്രേഷ്ഠമേ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തിടുന്ന സാക്ഷ്യമേ. അടുത്ത ഗാനം നാഗൽ സാഹിബ് എഴുതിയ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കാം. നാം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എല്ലാവരും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 431-ാമത്തെ പാട്ട്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം, തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യം.
കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവർത്തിക്കു ശക്തന്മാർ ആകുന്നു നാൾക്കുനാൾ. യഥാർത്ഥ ശിഷ്യത്വം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങളെ ദൈവം കേൾപ്പിച്ചു. അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ദൈവം അങ്ങയുടെ മക്കളാക്കി തീർത്തു. എന്നാൽ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഞങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരായി അങ്ങയുടെ തലയോളം വളരണം എന്നുള്ളതാണ് ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവേ, ആ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ കുറവുകൾ വന്നു പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 രാത്രിയിലും അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ ആത്മീയ സത്യങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ ദാസനിലൂടെ ആ ശിഷ്യത്വം എന്നുള്ള യഥാർത്ഥ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ അങ്ങയുടെ ദാസനിലൂടെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിക്കുവാൻ അങ്ങേക്ക് പ്രസാദമായിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനെ ആത്മനിറവിൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ അങ്ങയുടെ ദാസനെ ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അങ്ങ് ഉപയോഗിച്ചു. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ ദാസന ശുശ്രൂഷ ദൈവജനത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് തീർക്കണമേ. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഭക്തിയോടെ വിനയത്തോടെ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കട്ടെ. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങളെ കൽപ്പിക്കുന്ന ആലോചനകൾ വരും ദിവസങ്ങളിലെ ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവെ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് തന്ന ആയുസ് യഥാർത്ഥ ശിഷ്യൻ ആയി ചെലവഴിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കേൾക്കുന്ന വചനങ്ങൾ അനുഗ്രഹത്തിന് കാരണമാക്കണം. അവിടുത്തെ നാമത്തിന് മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമനോഹരമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. വാത്സല്യമേറിയ നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ അവിടുത്തെ പാദാന്തിക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടുത്തെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ തിരുവചനത്തിലെ ആ മനോഹര വിഷയം, ആ ഉത്തരവാദിത്വമുള്ള വിഷയം, ശിഷ്യത്വം എന്ന പദവി ലോകത്തിലെ മാനവജാതിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ആ പദവി, അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളിലേക്ക് തിരിയുമ്പോൾ, അതേക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങൾക്കതേക്കുറിച്ചുള്ള വ്യക്തത വരുത്തി തരുമ്പോൾ, അത് ഞങ്ങളുടെ ഹൃദയത്തിന് കർത്താവെ അത് വളരെ ആശ്വാസവും ധൈര്യത്തിനും, അതുവഴി കർത്താവെ ഞങ്ങൾ പുതിയ തീരുമാനങ്ങളുമായി കർത്താവ് ആശിച്ച ആ നിലയിലേക്ക്, ആ ശിഷ്യത്വ പദവിയിലേക്ക് ഞങ്ങളും ഉയരപ്പെടുവാൻ തക്ക വിധം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഇടയാക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരതയാൽ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കർണങ്ങളെയും മാത്രമല്ല ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെയും ഏകീകരിപ്പിച്ച് അങ്ങയുടെ ദാസൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഉദ്ബോധനത്താൽ അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം ഹൃദയസ്പർശിയായി തീരുവാനും, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും, ഞങ്ങളുടെ സഭകൾക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ നാട്ടിന് അനുഗ്രഹമായി തീരുവാൻ, ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അതൊരു വലിയ മുഖാന്തരമായി തീരുമല്ലോ. കർത്താവെ ആ വഴിക്ക് ഈ കാര്യത്തെ അവിടുന്ന് അനുനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരെയും, എല്ലാ ഇടയഗണത്തെയും, എല്ലാ സഹോദരവർഗത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ കർത്താവ് അതിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഇന്ന് തൻ്റെ ദാസനിലൂടെ കേൾപ്പാനിടയാക്കി തരണമേ. തൻ്റെ ദാസൻ കർത്താവെ ദീർഘവർഷങ്ങളായി തൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ ജീവിച്ചു. എന്നാൽ അതും പോരാ, കർത്താവിന് വേണ്ടി ആ ജോലിയും ആ പടകും വലയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വയലിലേക്ക് ഇറങ്ങിത്തിരിച്ച അങ്ങയുടെ ദാസനാണ്. കർത്താവെ തന്നിലൂടെ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കത് ഏറെ പ്രയോജനമായി തീരും. കർത്താവെ അതിന് അവിടുന്ന് ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കി തന്നിരിക്കുക. സ്തോത്രം. എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിയന്ത്രിക്കണം. തിരുനാമം മാത്രം എടുക്കണം. ആദ്യോടന്തം അവിടുന്ന് തന്നെ ഭരിക്കണം. യേശുരക്ഷകൻ്റെ പുനനാമത്തിൽ താഴ്മയും മണക്കുമായി അപേക്ഷിക്കുമ്പോൾ തോന്നി കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ.
ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ആത്മീയ സംഗമത്തിൻ്റെ മൂന്നാമത്തേതും ഒടുവിലത്തേതുമായ ദിവസത്തിലേക്ക് ദൈവം തൻ്റെ കൃപയാൽ നമ്മയെല്ലാം കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ഇത്രയും പേർക്ക് ദൈവവചന പഠനത്തിനായി ഇവിടെ കൂടി വരുവാൻ ദൈവം അവസരവും ആരോഗ്യവും എല്ലാം തന്നു. അതോർത്ത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ആദ്യമേ അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് ഇന്ന് രാത്രിയിൽ നാം കടന്ന് വന്നിരിക്കുകയാണ്. 3 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കത്തക്ക നിലയിൽ ആണ് ഞാൻ ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് കൂടുതൽ വിപുലമായി എടുക്കാനും കഴിയുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഈ 3 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കേട്ട ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി അല്പം ചില കാര്യങ്ങൾ കൂടെ ഇന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നാം പഠിച്ചതിൻ്റെ ആ 2ാമത്തെ വ്യവസ്ഥ, അതിൻ്റെ പ്രായോഗിക വശം പൂർത്തീകരിക്കണം. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഒരു വ്യവസ്ഥ കൂടെ ചിന്തിച്ച് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരുവൻ യേശുവിനെ കർത്താവും രക്ഷിതാവും ഗുരുവുമായി സ്വീകരിച്ച് ഓരോ ദിവസവും ഗുരുവിനെ അനുഗമിച്ച് ഗുരുവിൽ നിന്ന് പഠിച്ച് ഗുരുവിനെ പോലെ ആകുവാൻ ഓരോ ദിവസവും പരിശ്രമിക്കുന്ന ഒരു ജീവിതമാണ്. അത് ഞാൻ പലപ്പോഴും ഊന്നൽ കൊടുത്ത് പറഞ്ഞു. എല്ലാം തികഞ്ഞവരായി തീരുമ്പോഴല്ല യഥാർത്ഥ ശിഷ്യന്മാർ ആകുന്നത്. എന്നാൽ അതിനുവേണ്ടിയുള്ള ഒരാത്മാർത്ഥമായ പരിശ്രമം ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തുന്ന എല്ലാവരും യഥാർത്ഥ ശിഷ്യന്മാർ തന്നെയാണ്. എന്നാൽ ശിഷ്യനും യഥാർത്ഥ ശിഷ്യനും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും ഒരു പൊതുവായ അർത്ഥത്തിൽ പുതിയ നിയമം ചില ഭാഗങ്ങളിൽ ശിഷ്യന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തികളിൽ. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും പിൽക്കാലത്ത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുമായ ഉപദേശങ്ങൾ, കൽപ്പനകൾ അനുസരിക്കുവാൻ പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. കർത്താവ് പഠിപ്പിച്ച യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച 2-3 വ്യവസ്ഥകൾ മാത്രമേ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നുള്ളൂ. അതിൽ ആദ്യത്തെ ദിവസം തന്നെ നാം ചിന്തിച്ചു. ഇന്നലെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നാം കടന്നു വന്നു. ഏതാണ് 1ാമത്തെ വ്യവസ്ഥ? എല്ലാറ്റിനേക്കാളും എല്ലാവരേക്കാളും ഉപരിയായി നമ്മുടെ കർത്താവും രക്ഷിതാവും ഗുരുവുമായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. അവർ സുപ്രീം ലവ് ടു ദ മാസ്റ്റർ. ഗുരുവിനോടുള്ള അത്യഗാധമായ സ്നേഹം, അത്യുന്നതമായ സ്നേഹം, അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ 1ാമത്തെ വ്യവസ്ഥ. ഇന്നലെ രാത്രിയിൽ അതിൻ്റെ ചില പ്രായോഗിക വശങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. നമുക്കെങ്ങനെ അറിയാം നാം വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? അതിൻ്റെ 1ാമത്തെ തെറ്റിക്കൂടാത്ത അടയാളം, നാം വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവീക കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളൊരു വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവീക കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും. എ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. വി വുഡ് ലൈക്ക് ടു സ്പെൻഡ് മോർ ആൻഡ് മോർ ടൈം വിത്ത് ഗോഡ്. 2ാമത് അവർ സിൻസിയർ ഒബീഡിയൻസ്, ആത്മാർത്ഥമായ അനുസരണം. 1 യോഹന്നാൻ 5:3 യോഹന്നാൻ എഴുതുന്നുണ്ട്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാനുള്ള ഒരു പ്രധാന മാർഗമാണ് ദൈവീക കൽപ്പനകളുടെ അനുസരണം. അനുസരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആത്മാർത്ഥമായ അനുസരണം. ആത്മാർത്ഥതയില്ലാതെയും മറ്റുള്ളവരെ കാണിക്കുന്നതിനും
അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോടു കൂടെയൊക്കെയും നമുക്ക് അനുസരിക്കാൻ കഴിയും. എന്നാൽ ഇത് ആത്മാർത്ഥമായ അനുസരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് അനുസരണം എന്ന് പറയുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവത്തോടുള്ള അനുസരണത്തിനൊരു നിർവചനം തന്നാൽ ഇങ്ങനെ പറയാൻ സാധിക്കും: ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള അനുസരണം. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന തകരാറ്, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യും, അത് നമ്മുടെ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതൊന്നും ദൈവം അംഗീകരിക്കുന്ന അനുസരണമല്ല. രണ്ടാമത് നാം കണ്ട വ്യവസ്ഥ തന്നെത്താൻ ത്യജിക്കുക, അല്ലെ തന്നെത്താൻ നിഷേധിക്കുക, ഡിനൈ വൺസ് സെൽഫ്. ഇന്നലെ അതെന്തല്ല എന്താണെന്നുള്ളതൊക്കെ ഞാൻ വളരെ വിശദമായി പറഞ്ഞു. ആദ്യം സ്വയം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ വ്യക്തിത്വം തന്നെയാണ്, പേഴ്സണാലിറ്റിയാണ്. അത് നാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഇൻ്റലക്റ്റ്, ഇമോഷൻസ് ആൻഡ് വിൽ പവർ, നമ്മുടെ ചിന്താശക്തി, വികാരങ്ങൾ, ഇച്ഛാശക്തി, ഇവയിൽ കൂടെയാണ് നാം എപ്പോഴും നമ്മുടെ ആളത്വം വെളിപ്പെടുത്തുന്നത്. എന്നാൽ അതിനെ ഡിനൈ ചെയ്യാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക അർത്ഥം നമ്മുടെ താല്പര്യങ്ങൾ, സ്വയത്തിൻ്റെ താല്പര്യങ്ങൾ പലപ്പോഴും ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവീക കൽപ്പനകൾക്കും വിരോധമായി വരാം. എല്ലാം അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, നാം കർത്താവിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുത്തി ജീവിക്കുന്ന ജീവിതം, മറ്റു നിലയിൽ പറഞ്ഞാൽ ഒരു സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. പല നിലയിൽ അതിനെ വിശദീകരിക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞല്ലോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം, എല്ലാം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഡിനയൽ ഓഫ് സെൽഫ്. മറ്റു നിലയിൽ പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിന് മരണ വാറൻ്റ് എഴുതി ജീവിക്കുന്ന ജീവിതം, നമ്മുടെ സ്വയത്തിന് മരണ വാറൻ്റ് എഴുതി ജീവിക്കുക. വി ആർ സേയിങ് നോ ടു അവർ ഓൺ സെൽഫ്. നാം തന്നെ മനഃപൂർവ്വമായി നമ്മുടെ സ്വയത്തിന് നോ പറയുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിന് യേശു പറയുകയും ചെയ്യുക. നമ്മെ സകല സത്യത്തിലും വഴി നടത്താൻ വേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിട്ടുണ്ട്. ഒരു വശത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, മറുവശത്ത് സ്വയത്തിൻ്റെ പ്രേരണകളുണ്ട്. ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്താണ് നാം ചെയ്യുന്നത്? ഗലാത്യർ 5:16 നാം വായിക്കുന്നത് പോലെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിലുണ്ട്, ഈ ഒരു സംഘർഷം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ നാം നമ്മുടെ സ്വയത്തെ നിഷേധിച്ചാണോ ജീവിക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടുന്നത്. ഞാൻ ഇന്നലെ അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡായിട്ട് 2-3 കാര്യങ്ങൾ ഉദാഹരണം സഹിതം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെങ്ങനെ അറിയാം നാം വാസ്തവത്തിൽ സ്വയത്തെ നിഷേധിച്ചാണോ ജീവിക്കുന്നത്? ഇതെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഇതെല്ലാം സെൽഫ് ടെസ്റ്റിംഗ് ആണ്. നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി, മറ്റാരെയും ജഡ്ജ് ചെയ്യേണ്ട. നമുക്ക് തന്നെ അറിയണം നാം സ്വയത്തെ നിഷേധിച്ചാണോ ജീവിക്കുന്നത്. വാസ്തവത്തിൽ ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ ഈ സംഘർഷം ആരംഭിക്കുകയാണ്. ഒരു വശത്ത് നമ്മുടെ സ്വയത്തിൻ്റെ ചില താല്പര്യങ്ങൾ, മറുവശത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രാവിലെ നാമൊക്കെ ചിലപ്പോൾ അലാറം വെച്ചൊക്കെ എഴുന്നേൽക്കുന്നവരാണ്, പ്രത്യേകിച്ചും കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാവിലെയൊക്കെ എഴുന്നേൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. നാം രാവിലെ അലാറമൊക്കെ കേട്ട് കഴിഞ്ഞാലും പല യുവാക്കന്മാരും എന്നോട് പറയാറുണ്ട്, ഈ അങ്കിളെ അലാറമൊക്കെ വെക്കും, പക്ഷേ അലാറം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ പോയി എൻ്റെ കൈ അങ്ങ് ഓഫ് ചെയ്യും അലാറം, പിന്നെയും കിടന്നുറങ്ങും. എന്തിനാണ് അലാറം വെക്കുന്നത്? ചിലപ്പോൾ ക്യാമ്പിൽ വന്നപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു യോഗത്തിൽ തീരുമാനിച്ചതാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം. നല്ല തീരുമാനങ്ങളാണ്, അതിനുവേണ്ടിയൊക്കെ തീരുമാനിച്ചിട്ട് പോകും. എന്നാൽ രാവിലെ ഉണരുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ജഡം നമ്മോടെന്ത് പറയും? കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകെട്ടി കിടക്കുക. അതാണ് നമ്മുടെ സ്വയത്തിൻ്റെ ശബ്ദം. മറുവശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മോട് സംസാരിക്കും. എന്താണ് പറയുന്നത്? നീ ഒരു തീരുമാനമെടുത്തതാണ്, ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള സമയമാണ്, അതുകൊണ്ട് എഴുന്നേൽക്കുക, എന്നോട് കൂടെ ചേർന്ന് സമയം ചെലവഴിക്കുക. അത് ദൈവത്തിൻ്റെ ശബ്ദവും ഒരു വശത്ത് വരും. ഈ 2 ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ
ഏത് ശബ്ദത്തിനാണ് നാം ആമേൻ പറയുന്നത്? അവിടെ അറിയാം നാം സ്വയത്തെ നിഷേധിച്ചാണോ ജീവിക്കുന്നത്. വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഇനി ലളിതമല്ലാത്ത ഒരു ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. എങ്ങനെ അറിയാം നാം വാസ്തവത്തിൽ സ്വയത്തെ നിഷേധിച്ച് ജീവിക്കുന്നവരാണോ? ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഒരു ഈ പാമ്പൊക്കെ എഴിഞ്ഞു പോകുമ്പോൾ നമ്മളാരും പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് മൂർഖനാണോ അതോ ചേരയാണോ എന്ന് നമുക്കാർക്കും തിരിച്ചറിയത്തില്ല. തിരിച്ചറിയാനൊരു മാർഗ്ഗമുണ്ടെന്താണ്? അല്പം മണ്ണൊന്ന് വാരി എറിഞ്ഞു കൊടുത്താൽ മതിയില്ല, അപ്പോൾ അറിയാം മൂർഖനാണോ ചേരയാണോ എന്നല്ലേ. മൂർഖനാണെങ്കിൽ അവിടെ ഓടിപ്പോകത്തില്ല, തൻ്റെ പത്തി വിടർത്തി അവിടെ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാം നാം വാസ്തവത്തിൽ സ്വയത്തെ നിഷേധിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരാണോ എന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് വിമർശിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഇക്കാലത്ത് ആരെങ്കിലും ഒന്ന് വിമർശിച്ച് പോയെങ്കിൽ പിന്നെ അതിനൊക്കെ മറുപടി പിന്നെ വാട്സാപ്പിൽ കൂടെ തുരിതുരാ വന്നുകൊണ്ടിരിക്കും. ചിലർ ഈ വാട്സാപ്പ് ഉപയോഗിക്കുന്നതന്നെ ഇതിനു വേണ്ടിയാണ്, വിമർശിക്കാനും വിമർശനത്തിന് മറുപടി പറയാനും. അപ്പോൾ അറിയാം നമ്മുടെ പ്രതികരണം. എന്നാൽ അവിടെയൊക്കെ നമുക്ക് കർത്താവായിരിക്കണം നമ്മുടെ മാതൃക. 1 പത്രോസ് 2:23 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിനെക്കുറിച്ച്. അവൻ എടുത്ത് വായിക്കാമെങ്കിൽ വായിച്ചുകൊള്ളുക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. കർത്താവിനെ വാസ്തവത്തിൽ കർത്താവിനെ ആളുകൾ പരിഹസിച്ചതുപോലെ വേറെ ആരെയും പരിഹസിച്ചിട്ടില്ല. തൻ്റെ വിസ്താര സമയത്ത് അതിന് ദൃക്സാക്ഷിയായ പത്രോസ് പിൽക്കാലത്ത് എഴുതുകയാണ്, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക തന്നേച്ച് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ. എന്താണ് അതിൻ്റെ അർത്ഥം? ഹി ഡിഡ്ന്റ് ത്രട്ടൻ ദം. ഭീഷണിപ്പെടുത്താതെയും എല്ലാം ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ വിസ്താരമൊക്കെ നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കർത്താവിന് അറിയുകയില്ലേ 3 ദിവസം കഴിയുമ്പോൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്? അറിയാം. വേണമെങ്കിൽ കർത്താവിന് പിലാത്തോസിനോട് പറയാമായിരുന്നു, പിലാത്തോസേ നീ ഇപ്പോൾ എന്നെ വിസ്തരിക്കുന്നു, നീ കുറച്ച് കഴിയുമ്പോൾ എന്നെ ക്രൂശിക്കാനൊക്കെ വിധിക്കും, പക്ഷേ ഒരു കാര്യമുണ്ട്, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതുവഴി ഒന്ന് വരുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കർത്താവിന് പറയാമായിരുന്നു. എന്നാൽ കർത്താവ് അത് പറഞ്ഞില്ല. നമ്മളാരെങ്കിലും കർത്താവിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു. കർത്താവ് അത് പറഞ്ഞില്ല. അവിടെയാണ് തന്നെ സൗമ്യത താൻ വെളിപ്പെടുത്തി. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ നുകം ഏറ്റ എന്നോട് പഠിപ്പീൻ. അതാണല്ലോ യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ നിർവചനത്തിലെ ഒരു കാര്യം. കർത്താവ് അങ്ങനെ ചെയ്തില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എവിടെയോ നടന്നു എന്ന് പറയുന്നൊരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. 10-35 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന സംഭവമാണ്. നമുക്കറിയാം ഈ കത്തോലിക്ക പള്ളികളിലൊക്കെ ഈസ്റ്റർ വാരത്തോടനുബന്ധിച്ച് കഷ്ടാനുഭവ ആഴ്ച എന്ന് പറയുമല്ലോ. ആ സമയത്ത് പണ്ട് കാലത്തൊക്കെ ഈ കർത്താവിൻ്റെ വിസ്താരം, അറസ്റ്റ്, വിസ്താരം, ക്രൂശുമരണം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇതൊക്കെ നാടക രൂപത്തിൽ കാണിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നാടക രൂപത്തിൽ ഇതെല്ലാം കാണിക്കും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫിലിമൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ തന്നെ ഒരു വ്യക്തി യേശുവായിട്ട് അഭിനയിക്കുകയാണ്. മറ്റു ചിലർ പിലാത്തോസായിട്ട് അഭിനയിക്കുന്ന ആളുണ്ട്. എല്ലാം പള്ളിയിലെ ആളുകൾ തന്നെയാണ്. കുറച്ച് പേര് റോമൻ പടയാളികൾ. ഇങ്ങനെ എല്ലാത്തരം ആളുകളെയൊക്കെ ആ നിലയിൽ അവരെ നിയമിച്ചു. ഇത് ഒരു നല്ല ഇതെല്ലാം ഒരു ഡയറക്ടറുണ്ട്, ഒരു നാടകത്തിനും ഉണ്ട് ഒരു സംവിധായകൻ, ഒരു ഡയറക്ടറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നാടകത്തിൻ്റെ ഒരു ഭാഗത്ത് യേശുക്രിസ്തുവിനെ ഈ റോമൻ പടയാളികൾ അടിക്കുന്ന ഒരു രംഗമുണ്ട്. റോമൻ പടയാളികൾ യേശുക്രിസ്തുവിനെ ചാട്ടുവാറ് കൊണ്ട് അടിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഈ ഡയറക്ടർ, സംവിധായകൻ, ഈ യേശുവിനെ അടിക്കാൻ വരുന്ന റോമൻ പടയാളികൾ റോമൻ പടയാളികളല്ല, ആ പള്ളിയിലെ തന്നെ ആളുകളാണ്. അടി കൊള്ളുന്നത് യേശുവല്ല, യേശുവായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ അടിക്കുന്ന സമയത്ത് ശക്തിയായി അടിക്കുന്നതായിട്ട് അഭിനയിക്കണം, ശക്തിയായിട്ട് അടിക്കുന്നതായിട്ട് തോന്നണം കാണുന്നവർ, പക്ഷേ ഒരിക്കലും ശക്തിയായിട്ട് അടിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം ശക്തിയായിട്ട് അടിച്ചാൽ താങ്ങാനുള്ള ശേഷിയൊന്നും ഈ യേശുവായിട്ട് അഭിനയിക്കുന്ന ആളിനില്ല. അതെല്ലാം നടന്നു, റിഹേഴ്സലൊക്കെ നടന്നു. അവസാനം നാടകം പള്ളിയിൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു രംഗം വന്നപ്പോൾ ആ അടിക്കുന്ന വ്യക്തി അബദ്ധത്തിൽ, മനഃപൂർവ്വമല്ല, അബദ്ധത്തിൽ ഒരടി അല്പം ശക്തിയായിട്ട് അങ്ങ് അടിച്ചുപോയി. അബദ്ധത്തിൽ അടിച്ചതാണ്, അഭിനയത്തിൻ്റെ ഒരു ആവേശത്തിൽ ചെയ്തതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? യേശുവായിട്ട് അഭിനയിച്ച ആൾ പുറം തിരിഞ്ഞിരുന്ന ആൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു. ഈ റോമൻ പടയാളിയായി അഭിനയിച്ച ആളുടെ മുഖത്ത് നോക്കി തൻ്റെ മുഖമൊക്കെ തുടുത്തു. താൻ പറഞ്ഞു,
ഉയർത്തെഴുന്നേൽപ്പൊന്ന് കഴിയട്ടെ, അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നാടകത്തിലില്ലാത്തൊരു ഡയലോഗ് അങ്ങ് പറഞ്ഞു പോയി. ഉടൻ തന്നെ അവർ കർട്ടൻ താഴെ വലിച്ചു, നാടകം അവസാനിച്ചു. ഇതാണ് യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. കർത്താവിനെ അടിച്ചു, ക്രൂശിച്ചു. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ഉയർത്തെഴുന്നേൽപ്പ് കഴിയുമ്പോൾ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങളിൽ അറിയാം നാം എത്രമാത്രം നമ്മുടെ സ്വയത്തെ നാം ത്യജിച്ചിട്ടുണ്ട് എന്നുള്ളത്. നാം എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. സൈമൺ സാർ പാടി, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ വൻ പ്രാതികൂല്യ മധ്യേ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ. ഇതൊക്കെ നാം എല്ലാ ആഴ്ചയും പാടുന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നാം ചിന്തിക്കാറില്ല. അത് നാം അനുസരിക്കേണ്ട കാര്യമാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇങ്ങനെ പറയാൻ പല ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ പല സഭകളിലും, എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയയില്ല, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്, ഈ ഞായറാഴ്ച ദിവസം രാവിലെ എല്ലാവരും അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വരും. പല സ്ഥലം സഭകളിലും ഞായറാഴ്ച വൈകിട്ട് ഒരു ആലോചനാ യോഗം എന്ന പേരിലൊരു യോഗമുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്നാണ് പേര്. നല്ല പേരാണ്. അത് എവിടെ നിന്ന് കിട്ടിയ പാറ്റേണാണെന്ന് എനിക്കറിയത്തില്ല. പണ്ട് മുതലുള്ള രീതിയാണ്. നല്ല കാര്യമാണ്. ആലോചിക്കാൻ കൂടുതൽ തെറ്റൊന്നുമില്ല. പലപ്പോഴും രാവിലത്തെ യോഗത്തിൽ നിശബ്ദരായിരിക്കുന്നവർക്ക് നാക്കുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ബിസിനസ് മീറ്റിങ്ങിൽ വരണം. അവിടെയാണ് അവരുടെയൊക്കെ വാ തുറക്കുന്നതും സംസാരിക്കുന്നത്. മാത്രമല്ല, മറ്റു ചില സഹോദരന്മാർ രാവിലത്തെ യോഗത്തിൽ മിക്കവാറും നമ്മുടെ യോഗങ്ങൾക്ക് വായിക്കുന്ന വാക്യമാണ് ചത്തനായുടെ കാര്യം. ചത്തനായ ഇല്ലാതെ പലപ്പോഴും ആരാധനയില്ല. ഈ ചത്തനായ എന്നൊക്കെ പറഞ്ഞ് രാവിലെ പറയുന്ന ആൾ ബിസിനസ് മീറ്റിംഗ് വരുമ്പോൾ കുരച്ചു ചാടുന്ന അൽസേഷൻ പട്ടിയായിട്ട് അങ്ങ് മാറും. രാവിലത്തെ ആരാധനാ യോഗത്തിൽ പുഴുവാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ബിസിനസ് മീറ്റിംഗ് വരുമ്പോൾ ചീറ്റുന്ന മൂർഖൻ പാമ്പായിട്ട് മാറുകയാണ്. ആരാധനാ യോഗത്തിൽ പൊടിയാണ്, എന്നാൽ ബിസിനസ് മീറ്റിങ്ങിൽ പാറയായിട്ട് രൂപാന്തരപ്പെടുന്നത്. എത്രയോ വലിയ ട്രാൻസ്ഫോർമേഷനാണല്ലേ. എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? നാം വാസ്തവത്തിൽ നമ്മുടെ സ്വയത്തിന് നോ പറഞ്ഞല്ല ജീവിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ നാം പ്രകോപിതരാകുന്നു, പ്രതികരിക്കുക മാത്രമല്ല, പലപ്പോഴും പ്രതികാരം ചെയ്യുന്ന നിലയിൽ ഇതൊക്കെ സംഭവിക്കുകയാണ്. ഇതെല്ലാം വിശ്വാസമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളുണ്ട്, പറയാൻ കഴിയും. ഇവിടെല്ലാം എന്താണ് നാം തെളിയിക്കുന്നത്? നാം വാസ്തവത്തിൽ നമ്മുടെ സ്വയത്തെ തേച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ അത് വിടാം, അടുത്ത വിഷയത്തിലേക്ക് വരണമല്ലോ. വാസ്തവത്തിൽ ക്ഷമ ചോദിക്കുക. ക്ഷമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. 7 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തെറ്റ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കണം. മർക്കോസ് 11:24 നീ മറ്റുള്ളവനോട് ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. പ്രാർത്ഥനയുടെ ഒരു വ്യവസ്ഥയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ കർത്താവ് പഠിപ്പിച്ചു. എന്നാൽ എത്ര പേർ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കാറുണ്ട്? പലപ്പോഴും പല സഹോദരന്മാരും സഭയിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ള അനേകരെ മുറിവേൽപ്പിച്ച് അതിനുശേഷം എല്ലാവരും കൂടെ നിർബന്ധമായിട്ട് പറഞ്ഞൊന്ന് ക്ഷമ ചോദിപ്പിക്കാൻ വന്നാൽ ഒടുവിൽ ക്ഷമ ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. പലപ്പോഴും പറയും, അന്ന് ഞാൻ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല, ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും പറയത്തില്ല, അതങ്ങ് വിട്ട് കളയണം, തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ഷമ ചോദിക്കൽ. അല്ലാതെ ആത്മാർത്ഥമായ ഒരു ക്ഷമ ചോദിക്കൽ പോലും നമ്മുടെ സഭകളിൽ നടക്കുന്നില്ല. എന്തുകൊണ്ട്? നാം സ്വയത്തെ നിഷേധിച്ചല്ല ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണങ്ങൾ ഇത്രയും മതി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നാം സ്വയം പരിശോധിച്ചാൽ മതി. നാം എത്രമാത്രം സ്വയത്തെ നിഷേധിച്ചാണ് ജീവിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാകും. പ്രകോപനങ്ങളുടെ മധ്യത്തിൽ, അതുപോലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ മറ്റുള്ളവർ തെറ്റായി പ്രതികരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റ് വരുമ്പോൾ ആ തെറ്റ് തിരുത്തുന്ന കാര്യത്തിലൊക്കെയുള്ള നമ്മുടെ പ്രതികരണം നോക്കിയാൽ നാം വാസ്തവത്തിൽ സ്വയത്തെ നിഷേധിച്ചാണോ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഞാനതെല്ലാം വിട്ട് അടുത്ത വ്യവസ്ഥയിലേക്ക് പോകട്ടെ. അതും ഇതുപോലെ തന്നെ പ്രധാനമാണ്. വാസ്തവത്തിൽ ഇന്നലെ മത്തായി 16:24 അതൊന്നുകൂടെ വായിക്കാം. അവിടെ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ അത് 2 വ്യവസ്ഥകൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇരട്ട വ്യവസ്ഥയായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് മാത്രമാണ് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് വിശദീകരിച്ചത്. ഒന്നുകൂടെ വായിക്കാം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വാസ്തവത്തിൽ ഈ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിക്കുക, നാൾതോറും സ്വന്തം ക്രൂശ് എടുത്ത് ഗുരുവിനെ അനുഗമിക്കുക. ഇത് 3-ാമത്തെ തലക്കെട്ട് എഴുതുന്നവർ എഴുതിക്കൊള്ളുക. സ്വന്തം ക്രൂശ് എടുത്ത് നാൾതോറും ഗുരുവിനെ അനുഗമിക്കുക.
ഫോളോ ദ മാസ്റ്റർ ക്യാരിങ് അപ്പ് വൺസ് ഓൺ ക്രോസ് ഡെയിലി. ഇതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. നേരത്തെ പറഞ്ഞ ഡിനൈങ് വൺ സെൽഫ്, തന്നെത്താൻ ത്യജിക്കുക, സ്വന്തം ക്രൂശെടുത്ത് ഗുരുവിനെ അനുഗമിക്കുക, ഈ രണ്ട് വ്യവസ്ഥകളും 3 സുവിശേഷങ്ങളിലും പറയുന്നുണ്ട്. മത്തായി, മർക്കോസും ലൂക്കോസും എല്ലാം ഇത് പറയുന്നുണ്ട്. എല്ലാം എടുത്ത് വായിക്കണമെന്നില്ല, വേണമെങ്കിൽ ഞാൻ റെഫറൻസ് അങ്ങ് പറഞ്ഞു പോകാം. മർക്കോസ് 8:34 ഇത് കാണുന്നുണ്ട്. ലൂക്കോസ് 9:23, 14:27 ഇവിടെയൊക്കെ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ചും ക്രൂശ് എടുക്കുക എന്നുള്ളത് 3-4 പ്രാവശ്യം ഈ 3 സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഓർക്കുക, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, തൻ്റെ ശിഷ്യന്മാരായി അപ്പോസ്തലന്മാരായി തീർന്നവരോടാണിത് പറയുന്നത്. വെറുതെ പുരുഷാരത്തോട് പറയുന്നതല്ല. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ പുരുഷാരവും ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. ഗിരിപ്രഭാഷണം അങ്ങനെയാണല്ലോ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും പുരുഷാരവും അവിടെ ഉണ്ട്. കർത്താവ് എവിടെ പോയാലും പുരുഷാരമുണ്ട്. എന്നാൽ പ്രധാനമായും ഗിരിപ്രഭാഷണം പഠിപ്പിച്ചതും ഈ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പറയുന്നതെല്ലാം പ്രധാനമായും ശിഷ്യന്മാരോടാണ്. എന്നാൽ പുരുഷാരം കേൾക്കുമ്പോൾ അവർക്കും ശിഷ്യരാകുവാനും കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകുവാൻ അവസരവുമുണ്ട്. അതുകൊണ്ട് കർത്താവ് രഹസ്യമായിട്ടല്ല ഇതൊന്നും പറഞ്ഞത്, അതുകൊണ്ട് അവരും കേട്ടു എന്ന് മാത്രം. അപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഇഫ് എനി വൺ വിൽസ്, അത് മിക്കവാറും എല്ലായിടത്തും അത് ആവർത്തിച്ച് വരുന്നുണ്ട്, ഇച്ഛിച്ചാൽ. സോ ഇറ്റ് ഈസ് എ വോളണ്ടറി ആക്ട്, ദർ ഇസ് നോ കമ്പൽഷൻ. അത് നിർബന്ധമായിട്ട് കർത്താവ് പറഞ്ഞതല്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്യണം. എൻ്റെ പിന്നാലെ വരുവാൻ, എൻ്റെ യഥാർത്ഥ ശിഷ്യനായി തീരുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് കർത്താവ്. ഇറ്റ് ഇസ് എ വോളണ്ടറി ആക്ട്. ശരി, ഈ പ്രയോഗവും ഈ ക്രൂശ് എടുക്കുക എന്ന പ്രയോഗവും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസവും ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ ഈ സൺഡേ സ്കൂൾ കുട്ടികളുടെ ഉദാഹരണം പറയുന്ന കൂട്ടത്തിലാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾ മുഷികില്ലാന്ന് ചിന്തിക്കുന്നു. ഒരിക്കൽ സാധാരണ ഈ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ അധ്യാപകർ കുട്ടികളോട് ചോദ്യം ചോദിക്കും. എന്നാൽ ഒരിക്കലൊരു കുട്ടി അധ്യാപകനോടൊരു ചോദ്യം ചോദിച്ചു, സാറേ, ഈ സുവിശേഷത്തിൽ പലയിടത്തും ഈ സോർ സീതോ, ഈ ഒരു പ്രയോഗം കാണാം. സോർ സീതോൻ്റെ, സോറിൻ്റെയും സീതോൻ്റെ അതിരുകളിൽ എന്നൊക്കെ വായിക്കും. എന്താണ് ഈ സാധനം, ഈ സോർ സീതോ? കുട്ടിക്ക് അറിയത്തില്ല. വാസ്തവത്തിൽ ആ സൺഡേ സ്കൂൾ ടീച്ചറിനും അതറിയത്തില്ലായിരുന്നു. എന്നാൽ അറിയത്തില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്, അതെന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ മിടുക്കനായിട്ട് അദ്ദേഹം പറഞ്ഞു, അതറിയത്തില്ലേ, അവർ ഭാര്യാഭർത്താക്കന്മാരാണ്, പഴയ നിയമത്തിലെ സോദോമും ഗൊമോറയും പോലെ എന്നും കൂട്ടിച്ചേർത്തു. ഇതിനകത്ത് എത്ര തെറ്റുണ്ട്? അവർ ഭാര്യാഭർത്താക്കന്മാരാണ്, അതിന് തെറ്റാണ്. പഴയ നിയമത്തിലെ സോദോമും ഗൊമോറയും അറിയത്തില്ലേ, അതുപോലെ ഭാര്യാഭർത്താക്കന്മാരാണ്. അപ്പോൾ 2 തെറ്റുണ്ട്. ഇങ്ങനെയുള്ള അധ്യാപനം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുണ്ടെങ്കിൽ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയേതെന്ന് അറിയത്തില്ല, എന്നാൽ പല തെറ്റിനെയും ശരിയാണെന്ന് ധരിച്ച് അങ്ങ് ജീവിച്ചു പോരുകയാണ്. അതുകൊണ്ട് ഈ ക്രൂശിനെ കുറിച്ചും ശരിയായൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യം ആണ്. ഇവിടെ ഈ ക്രൂശിനെ കുറിച്ചുള്ള 2 തെറ്റിദ്ധാരണകൾ ചുരുക്കി പറഞ്ഞിട്ട് അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ക്രൂശ് എന്നുള്ളത് അക്രൈസ്തവരും പലപ്പോഴും അവരുടെ സംസാരത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പല പദങ്ങളും അവിശ്വാസികളും അക്രൈസ്തവരൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം നാം ധാരാളം സുവിശേഷം പ്രസംഗിക്കുന്നവരും നമ്മുടെ എല്ലാ പ്രസംഗങ്ങളും കുറേയൊക്കെ അവരും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൂശ് എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ പറയും, അവരുടെ പരീക്ഷാ കാലമാകുമ്പോൾ പരീക്ഷയെ ഒരു ക്രൂശായിട്ട് ചിത്രീകരിച്ച് പറയാറുണ്ട്. ചില കുട്ടികൾ പറയും, എനിക്ക് ആ മാത്തമാറ്റിക്സ് പരീക്ഷയാണ് ക്രൂശ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് ക്രൂശ്. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 10 വർഷമായി ക്രൂശ് വഹിക്കുകയാണ്. എടുത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു 10 വർഷമായി കല്യാണം കഴിച്ചിട്ടെന്ന്. തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞതാണ് ക്രൂശെന്ന്. ചിലർ പറയും, ചില രോഗത്തെ ക്രൂശ് എന്ന് വിളിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ചില മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ വീട്ടിലെ ഇളയ മകനാണ് വീട്ടിലെ ക്രൂശ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവരതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവരർത്ഥമാക്കുന്നത് അവർക്ക് പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെയാണ് അവർ സാധാരണ നിലയിൽ ക്രൂശ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും നമുക്കിനി അവസാനിപ്പിക്കാൻ പറ്റുകയുമില്ല. ആളുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്.
എന്നാൽ ബൈബിളിലെ അർത്ഥം അതല്ല. ഇനി അക്ഷരാർത്ഥത്തിലൊരു ക്രൂശും എടുത്തുകൊണ്ട് നടക്കാനാണോ കർത്താവ് പറഞ്ഞത്? അതുമല്ല എന്ന് നമുക്ക് അറിയാം. അങ്ങനെ കർത്താവ് ഉദ്ദേശിച്ചില്ല. കർത്താവ് ശിഷ്യന്മാരാരും അത് ചെയ്തില്ല. മറ്റു ചിലർ പറയാറുണ്ട്, സാധാരണ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നൊരു ഒരു വിശദീകരണമുണ്ട്. ഇവിടെ ക്രൂശ് എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട്, അതുമല്ലെങ്കിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെയാണ് കർത്താവ് ഇവിടെ ക്രൂശ് എന്ന് പറഞ്ഞത്. ആ വിശദീകരണം കൊള്ളാം, പക്ഷേ അതും പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിച്ചാൽ, എല്ലാം ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ വചനത്തെ വചനം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. എല്ലാം വചനത്തിലുണ്ട്. നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മനസ്സിലാകും. ഈ പറഞ്ഞ ആശയം കൊള്ളാം. പല പ്രസംഗരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നാം തീർച്ചയായിട്ടും കഷ്ടത അനുഭവിക്കണം, അത് വേറൊരു വിഷയം. അത് പിന്നാലെ ഞാൻ സൂചിപ്പിക്കും. എന്നാൽ ഇവിടെ ക്രൂശ് എന്ന് പറയുന്നത് അതും അല്ല. എങ്ങനെ അറിയാം? ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ ലൂക്കോസ് 9:23 ഒന്ന് വായിക്കാം. ലൂക്കോസ് 9:23. ഇത് ലൂക്കോസ് പറയുമ്പോൾ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ലൂക്ക് 9:23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ശ്രദ്ധിക്കുക, അവിടെ പദം ശ്രദ്ധിക്കണം. എപ്പോഴാണ് ക്രൂശ് എടുക്കേണ്ടത്? വർഷത്തിലൊരിക്കൽ എടുക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? വർഷത്തിലൊരിക്കലല്ല, ഞായറാഴ്ച തോറുമല്ല, പിന്നെ നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത്. ഓർക്കണം, ക്രിസ്തുവിൻ്റെ ക്രൂശല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് നമുക്കാർക്കും എടുക്കാൻ പറ്റുകയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് കർത്താവ് ഒരിക്കലായി എടുത്തു തീർത്തു അവസാനിപ്പിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ഡിക്ലെയർ ചെയ്തു. ആ ക്രൂശല്ല ഉദ്ദേശിക്കുന്നത്, സ്വന്തം ക്രൂശ് എടുക്കണം. എപ്പോൾ? നാൾ തോറും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാൾ തോറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കേവലം കഷ്ടതയും പ്രയാസവും പീഡയുമാണ് കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ, ഒരു ദിവസം നമ്മെ ആരും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിശ്വാസത്തോട് പറയണം, സുഹൃത്തുക്കളെ എന്നെ ഒന്ന് ഉപദ്രവിക്കണം, കാരണം എനിക്ക് ഇങ്ങനൊരു കൽപ്പന അനുസരിക്കണം എന്ന് പറയേണ്ടതായിട്ട് വരും. അത് പ്രായോഗികമല്ല, ബുദ്ധിപരമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കും, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കഷ്ടതയില്ലേ? കഷ്ടതയുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിന് വേറെ വാക്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാൾതോറും നമ്മൾ മനഃപൂർവ്വം ചെയ്യണമെന്ന് പറയുന്നൊരു കൽപ്പനയാണ് ഈ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ക്രൂശ് എടുക്കുക എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം? അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും നാം അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അവർ ജീവിച്ചിരുന്ന അവർക്ക് ക്രൂശ് എടുക്കുക എന്നുള്ളതിൻ്റെ അക്ഷരാർത്ഥം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഫൊയ്നിക്കരാണ് ഈ ക്രൂശീകരണം എന്നുള്ള സമ്പ്രദായം കണ്ടുപിടിച്ചത്. എന്നാൽ റോമാക്കാരാണ് അത് സാർവത്രികമാക്കിയത്. 1-ാം നൂറ്റാണ്ടിൽ നിലവിലിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന ഒരു വധ സമ്പ്രദായം ആയിരുന്നു ഈ ക്രൂശീകരണം എന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഈ ക്രൂശും എടുത്തുകൊണ്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ കോടതി, അക്കാലത്തെ കോടതി, റോമൻ കോടതി ക്രൂശീകരണത്തിന് വിധിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത നടപടി എന്ന് ചോദിച്ചാൽ അതിനൊരു ദിവസം തീരുമാനിക്കും. ഒരു ദിവസം അതിനുവേണ്ടി തീരുമാനിക്കും. ആ ദിവസം രാവിലെ ഏത് ക്രൂശിലാണോ ഈ കുറ്റവാളിയെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്, ആ ക്രൂശെന്ന് പറയുമ്പോൾ അതിന് 2 നെടുകയുള്ള ഒരു തടിയും കുറുകയുള്ള ഒരു തടിയും ഉണ്ടെന്ന് നമുക്കറിയാം. ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. ഓക്കെ, ഞാൻ ആ സാധാരണയുള്ള ആ ഷേപ്പാണ് പറയുന്നത്. ആ ക്രൂശ് മൊത്തം കൂടെ എടുത്തുകൊണ്ട് ഒരു കുറ്റവാളിക്കും റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റുകയില്ല. അത്ര ഹെവിയാണ്, അത്ര ഭാരമുള്ളതാണ്. എന്നാൽ അതിൻ്റെ കുറുകയുള്ള ആ ചെറിയ തടി, അതും ഭാരമുണ്ട്, അതിനും ഭാരമുണ്ട്. അത് തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ കുറ്റവാളി ആ പലസ്തീൻ്റെ തെരുവിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും. ഇത് നടന്നു പോകുമ്പോൾ ഇത് കാണാൻ വേണ്ടി പലരും വീട്ടിൽ നിന്നിറങ്ങി തെരുവിൽ വന്ന് നിൽക്കും. ഈ കുറ്റവാളി ഒന്നും മിണ്ടുന്നില്ല. ഈ കുറുകയുള്ള തടി, ക്രൂശിൻ്റെ ആ തടി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. അതാണ് കർത്താവ് ക്രൂശും ചുമന്നുകൊണ്ട് പോയി എന്നൊക്കെ നാം വായിക്കുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി വാസ്തവത്തിൽ മൗനമെങ്കിലും വാചാലമായി എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇത് എൻ്റെ അന്ത്യയാത്രയാണ്.
ഇതെൻ്റെ അന്ത്യയാത്രയാണ്, ഇനി ഞാൻ മടങ്ങി വരികയില്ല, ഈ വഴി ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല. ക്രൂശും വഹിച്ചുകൊണ്ട് പോയ ആരും ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല, നമ്മുടെ കർത്താവ് ഒഴിച്ച്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വന്നു. അല്ലാതെ ഈ ക്രൂശും വഹിച്ചുകൊണ്ട് വന്ന ആരും ലോക ചരിത്രത്തിൽ ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല. ആ വ്യക്തി തൻ്റെ വീട്ടുകാരോടും അയൽക്കാരോടും ബന്ധുമിത്രാദികളോടും നാട്ടുകാരോടും സകലരോടും അല്ല, ഈ ലോകത്തോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞ് എല്ലാറ്റിനോടും നോ പറഞ്ഞ് ക്രൂശീകരണ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ റോമൻ പടയാളികൾ അവനെ അവിടെ ക്രൂശീകരിക്കും. അപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്രൂശും എടുത്തുകൊണ്ടുള്ള യാത്ര ധാരാളം കണ്ടിട്ടുള്ളവരായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അക്കാലത്തെ യഹൂദന്മാരും. അപ്പോൾ ഒരു സാധാരണ യഹൂദൻ്റെ മനസ്സിൽ ക്രൂശ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ്? കേവലം കഷ്ടതയുടെ അടയാളമല്ല, പിന്നെ മരണത്തിൻ്റെ അടയാളം. അത് മറന്നു പോരുത്. ക്രോസ് മീൻസ് ഡെത്ത്. യഹൂദൻ്റെ മനസ്സിൽ 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ ഇതെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ വേണം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളും മനസ്സിലാക്കുക. ഇതാണ് വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം. നമുക്ക് ഊഹിച്ച് അർത്ഥം പറയാൻ പറ്റുകയില്ല. എങ്ങനെയാണ് അന്നത്തെ ആളുകൾ ഇത് മനസ്സിലാക്കിയത്, അന്നത്തെ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത്, അത് നാം കണ്ടെത്തണം. ഞാൻ അതുകൊണ്ടാണ് ചരിത്ര പശ്ചാത്തലം തന്നെ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഇത് കേട്ടപ്പോൾ അർത്ഥം മനസ്സിലായി. ഒരു മരണത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതാണ് ക്രൂശ് കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്. ക്രൂശും വഹിച്ചുകൊണ്ട് പോകുന്നവൻ മരിക്കുവാൻ വേണ്ടി പോകുകയാണ്, അന്ത്യയാത്ര പോകുകയാണ്, ലോകത്തോട് ടാറ്റ പറഞ്ഞു പോകുകയാണ്. അതിന് സമാനമായി ആലങ്കാരിക അർത്ഥത്തിൽ നിങ്ങളും ലോകത്തോട് വിട പറഞ്ഞ് ജീവിക്കണമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് ഞാൻ ചരിത്രം പറഞ്ഞു. ഇനി ആ ബൈബിളിലേക്ക് തന്നെ വരാം. ദ ടെക്സ്റ്റുവൽ കോണ്ടെക്സ്റ്റ്, വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ആ ഭാഗം ഒന്ന് നേരത്തെ നമ്മൾ വായിച്ചത് ലൂക്കോസ് 9:21 വായിച്ചു. 22 വായിക്കാം. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് കർത്താവ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടും വിശദമായും 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും ശാസ്ത്രിമാരും പരീശന്മാരും അവനെ തള്ളിക്കളയുകയും പിന്നെ അവനെ കൊല്ലുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് തൻ്റെ സ്വന്തം മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ശ്വാസത്തിൽ പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ വചന പശ്ചാത്തലവും അന്നത്തെ ചരിത്ര പശ്ചാത്തലവും തെളിയിക്കുന്നത് ക്രൂശ് എന്ന് പറയുന്നത് കേവലം കുറച്ച് കഷ്ടതകളെ വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗം അല്ല, അതിലുപരിയായി അത് മരണത്തിൻ്റെ ചിഹ്നമാണ്. അത്രയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇത്രയും പറയുമ്പോൾ മറ്റു ചില സംശയങ്ങൾ തോന്നും. അതൊക്കെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ക്രൂശ് മരണത്തിൻ്റെ ചിഹ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഏതു മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശാരീരിക മരണമാണോ അതോ മറ്റെന്തെങ്കിലും മരണമാണോ? വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് നാം ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നിത്യമരണം നമുക്കില്ലതാൻ. ശാരീരിക മരണമാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നാൾതോറും ക്രൂശെടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരാൾക്ക് എത്ര പ്രാവശ്യം ശാരീരികമായി മരിക്കാൻ കഴിയും? എത്ര പ്രാവശ്യം കഴിയും? ഒറ്റ പ്രാവശ്യമേ കഴിയുള്ളൂ അല്ലേ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദിനംതോറും നമുക്ക് ശാരീരികമായി മരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഏത് മരണമാണെന്നുള്ളതാണ് ചോദ്യം. അതിനുവേണ്ടി അതിൻ്റെ സൂചന ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. വീണ്ടും ആ ക്രൂശും എടുത്തുകൊണ്ട് പോകുന്നവൻ്റെ ആ ചിത്രം നാം മനസ്സിലൊന്ന് കാണുക. ഞാൻ അന്നേരം ഒരു വാക്ക് ആ സമയത്ത് ഞാൻ ഊന്നൽ കൊടുത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ക്രൂശുമെടുത്ത് പോകുന്നവൻ അവൻ എല്ലാറ്റിനോടും നോ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തോട് നോ പറഞ്ഞ് പോവുകയാണ്. ഓർക്കുക, ഇത് നേരത്തെ പറഞ്ഞായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. എന്താണ് തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറയുന്നത്? സ്വയത്തിന് നോ പറയുക. ഉടനെ കർത്താവ് പറഞ്ഞു, ക്രൂശും എടുത്തുകൊണ്ട് പോരണം. സ്വയത്തിന് മാത്രം നോ പറഞ്ഞാൽ പോരാ, ഈ ലോകത്തോടും നോ പറയണം. ഈ ലോകത്തോട് അനുരൂപരാകാതെ ജീവിക്കണം. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. ഇതാണ് കർത്താവ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത്. എങ്കിൽ മാത്രമേ നാൾതോറും ക്രൂശെടുത്ത് ഗുരുവിൻ്റെ പിന്നാലെ പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ക്രൂശ് എടുക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ ലോകത്തോട് വേർപെട്ട് ജീവിക്കുക. ഇത് പറയുമ്പോൾ അതല്പം കൂടെ വിശദീകരിക്കണം. എന്താണ് ഈ ലോകം എന്ന് പറയുന്നത്?
ലോകമെന്ന വാക്ക് 3 വ്യത്യസ്ത അർത്ഥങ്ങളിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോകം, ദൈവം ഉദാഹരണത്തിന് മത്തായി 4 സാത്താൻ യേശുവിനെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കാണിച്ചിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെയും കാണിച്ചു എന്നൊക്കെ നാം വായിക്കുന്നു. സാധാരണ ലോകം ദൈവം സൃഷ്ടിച്ചതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഭൗമികമായ ലോകം, മെറ്റീരിയൽ വേൾഡ്, അത് ഒരർത്ഥമാണ്. ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ദൈവമാണ് ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. ആ അർത്ഥത്തിൽ നാം ഉപയോഗിക്കാറുണ്ട്. അതതിൻ്റെ ഒരു അർത്ഥമാണ്. ശരി, യോഹന്നാൻ 3:16 നാം എന്താണ് വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവിടെ പറയുന്ന ലോകം ഏതാണ്? നാം കാണുന്ന കല്ലും മണ്ണും കൊണ്ടുള്ള ഈ ലോകമാണോ? ചെടികളും മൃഗങ്ങളും ഒക്കെ അടങ്ങിയ ലോകമാണോ? ആനിമൽ വേൾഡ് എന്നൊക്കെ നാം ചിലപ്പോൾ പറയാറുണ്ട്, പ്ലാന്റ് വേൾഡ്. ആ ലോകത്തെയാണോ ദൈവം സ്നേഹിച്ചത്? ആണോ? അല്ല. എങ്ങനെ അറിയാം? ആ വാക്യത്തിൽ തന്നെയുണ്ട്. എല്ലാം വാക്യത്തിൽ തന്നെയുണ്ട്. ഞാൻ എൻ്റേതായിട്ടൊന്നും പറയുന്നില്ല. യോഹന്നാൻ 3:16 തന്നെ അതിൻ്റെ സൂചനയുണ്ട് എന്താണ് ഈ ലോകം എന്നുള്ളത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ഏത് ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്? വിശ്വസിക്കുവാൻ കഴിയുന്ന ലോകം, മനുഷ്യരുടെ ലോകം. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 പറയുന്നത് അത് മനുഷ്യനെ സ്നേഹിച്ചു എന്നതിന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകമെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വേൾഡിനെയും ലോകമെന്ന് വിളിക്കും. ഭൗമികമായ ലോകം, ദൈവം സൃഷ്ടിച്ച ലോകം. എന്നാൽ മറ്റു ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഏത് ലോകമാണ്? ലോകത്തിലെ മനുഷ്യരെ ദൈവം സ്നേഹിച്ചു. എന്നാൽ 1 യോഹന്നാൻ 2:15 വായിക്കാമോ? 1 യോഹന്നാൻ 2:15. അവിടെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ വിശ്വാസികളായ നമുക്ക് ഒരു കൽപ്പന തരുന്നുണ്ട്. അവിടെ എന്താണ് നമുക്ക് തരുന്ന കൽപ്പന? കുഞ്ഞുങ്ങളെ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതിക്കണം. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, നമ്മളും മനുഷ്യനെ സ്നേഹിക്കണം. വിശ്വാസിയെ അവിശ്വാസിയെല്ലാം സ്നേഹിപ്പാൻ നമുക്ക് കൽപ്പനയുണ്ട്, ബാധ്യതയുണ്ട്. എന്നാൽ യോഹന്നാൻ പറയുന്ന ലോകം മറ്റൊരു ലോകമാണ്. ആ ലോകത്തെക്കുറിച്ചാണ് എഫേസ്യർ 2:2 ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരിച്ച് നിങ്ങൾ നടന്നു എന്നൊക്കെ പൗലോസ് പറയുന്നത്. അല്ലെ, ലോകത്തിനോട് അനുരൂപരാകരുത്. ധാരാളം വാക്യങ്ങളുണ്ട്, ഓരോന്നായിട്ട് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ലോകം ഏതാണ്? ആ പറയുന്ന ലോകം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിലെ അവിശ്വാസികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. യോഹന്നാൻ തന്നെ എഴുതുന്നുണ്ട്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഒരു ലോക വ്യവസ്ഥിതി. ദർ ഈസ് ആൻ ഈവിൾ സിസ്റ്റം ദാറ്റ് റൂൾസ് ദിസ് വേൾഡ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു പാപമയമായൊരു വ്യവസ്ഥിതിയുണ്ട്. അതിൻ്റെ ഉടമസ്ഥനാണ് സാത്താൻ. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. ആ ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. ആ ലോകത്തോടാണ് അനുരൂപരാകാൻ പാടില്ലാത്തത്. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ആ ലോക വ്യവസ്ഥിതി, ലോകത്തിൻ്റെ മൂല്യങ്ങൾ, ലോകത്തിൻ്റെതായുള്ള പാറ്റേൺസ്, അതിൻ്റെ ചില ജീവിത ശൈലികൾ, ലൈഫ് സ്റ്റൈൽ, ഇതിനോടൊക്കെ നോ പറഞ്ഞ് വേണം ഒരു യഥാർത്ഥ ശിഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്നത് ദൃഷ്ടാന്തമാണ്. വള്ളത്തെക്കുറിച്ച് പറയും, വെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷേ വള്ളത്തിൽ കയറാൻ പാടില്ല, അങ്ങനെ ആയാൽ വള്ളം മുങ്ങിപ്പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ലോകം നമുക്ക് യോഗ്യമല്ല, നാം ലോകക്കാരല്ലാത്തതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും എന്നൊക്കെ യോഹന്നാൻ 15 കർത്താവ് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ തന്നെ ജീവിക്കണം. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകക്കാരെ പോലെ ജീവിക്കാൻ പാടില്ല. ലോകക്കാരാകാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ലോകത്തിൻ്റെ ഈ വ്യവസ്ഥിതിക്കും ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായൊരു ജീവിതം, അതിനോട് നോ പറഞ്ഞുള്ള ഒരു ജീവിതം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ പറയുന്ന ലോകം. ഇനി അല്പം കൂടെ ഞാൻ പ്രായോഗികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സമയം ധാരാളമുണ്ട്, ഞാൻ ചിലപ്പോൾ അല്പം നേരത്തെ നിർത്തിയെന്ന് ഇരിക്കും. എനിവേ, എന്താണ് ഈ ലോകം? ലോകത്തിൻ്റെ മൂല്യങ്ങൾ എന്നൊരു വാക്ക് ഞാൻ പലപ്പോഴും ഉപയോഗിച്ചു. എന്താണ് ലോകം വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ലോകം ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്?
ലോകം മാത്രമല്ല, വിശ്വാസികളും ചിലപ്പോൾ അങ്ങനെ തന്നെയാണ്. ഒന്ന് പറഞ്ഞ്, ഈ ലോകത്തിലെ മനുഷ്യർ, ഞാൻ ലോകം ഉദ്ദേശിക്കും ലോകത്തിലെ മനുഷ്യർ, അവിശ്വാസികളുടെ സമൂഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? മണി, യെസ്, പണത്തിനാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഓർത്തിരിക്കാൻ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പൊസഷൻ, പൊസിഷൻ ആൻഡ് പവർ, ഇതെല്ലാം പിയിൽ തുടങ്ങുന്നതാണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ 3 കാര്യങ്ങൾക്കാണ് ലോകം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പൊസഷൻ, അതാണ് പണം അല്ലെ ധനം. 2 പൊസിഷൻ, പദവി, പവർ, അധികാരം. ഇത് 3 ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. ഇത് 3 ഉള്ളവരെ, മൂന്നുള്ള ആളുകളെ ലോകം വിലമതിക്കും. അതുകൊണ്ടാണല്ലോ ആളുകളൊക്കെ ഈ പൊളിറ്റിക്സിലോട്ടൊക്കെ പോകുന്നത്. ഇത് 3 ഒരുമിച്ച് കിട്ടും. ആ സമയത്ത് ആരോ, എനിക്ക് തോന്നുന്നു കമാൽ പാഷ എന്ന് പറയുന്ന നമ്മുടെ ജഡ്ജിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബിലെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കാണാനിടയായി. അദ്ദേഹം പറയുന്നത്, ഇത് യൂട്യൂബിലൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല, എന്നാലും അദ്ദേഹം പറയുന്നത്, ഈ ഭൂമിയിലെ ഏത് തൊഴിലിനും, നമ്മൾ ഏതൊരു തൊഴിൽ, ചെറിയ തൊഴിലായപ്പോലും ഏത് തൊഴിലിനും ചില യോഗ്യതകൾ വേണം. ചിലപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ പരിചയം വേണം. അല്ലാതെ ആർക്കും ഒരു ജോലിയും കിട്ടുകയില്ല. എന്നാൽ ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ലാത്ത ഒരു തൊഴിലേ ഉള്ളൂ. എന്താണത്? അത് രാഷ്ട്രീയമാണെന്ന് റിട്ടയർഡ് ജഡ്ജി കമാൽ പാഷ പറഞ്ഞു. എൻ്റെ വാക്കുകളല്ല, അത് അദ്ദേഹം പറഞ്ഞതാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു യോഗ്യതയും ആവശ്യമില്ലാത്തൊരു തൊഴിലാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ആളുകൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു മാർഗമാണ്. എന്നാൽ ഓർക്കണം, ഈ 3 കാര്യങ്ങൾക്ക് ലോകം വിലമതിക്കുന്നു, തീർന്നില്ല. അതോടൊപ്പം ലോകത്തിനൊരു ഫിലോസഫി ഉണ്ട്. അതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ലക്ഷ്യം നന്നായാൽ മതി. ഏത് മാർഗം ഉപയോഗിച്ചാലും നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക, അതാണ് ഈ ലോകത്തിൻ്റെ ഫിലോസഫി. പണം, പദവി, അതുപോലെ തന്നെ അധികാരം, ഈ 3 കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് ഇവ നേടാൻ വേണ്ടി ഏത് കുൽസിത മാർഗവും ഉപയോഗിക്കാം എന്നാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി ഞാൻ അടിവരയിട്ട് പറയട്ടെ. എന്നാൽ നമ്മൾ വിശ്വാസികളായ നാമും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ അവിശ്വാസികളുടെ സമൂഹത്തോട് വളരെ ഇടപഴകി ജീവിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ പലരും പല ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവരാണല്ലോ, നിങ്ങൾക്കറിയാം അതിൻ്റെ ടെൻഷൻ. അതോ അല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ കുറേ നാൾ ഈ അവിശ്വാസികളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ക്രമേണ അവരുടെ മൂല്യങ്ങൾ, അവരുടെ വാല്യൂ സിസ്റ്റം, അവരുടെ ഫിലോസഫി, അതൊക്കെ നമ്മയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിനെതിരെയുള്ള അനേക വാക്യങ്ങൾ പൗലോസിൻ്റെ ലേഖനത്തിലൊക്കെ കാണുന്നത്. കർത്താവ് ഇത് ക്രൂശിൻ്റെ രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മയും സ്വാധീനിക്കാനിടയുണ്ട്. പലപ്പോഴും ആളുകൾ പറയാറില്ല, വിശ്വാസികൾ പോലും പറയാറുണ്ട്, എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തെങ്കിലേ എനിക്ക് ജീവിച്ചു പോരാൻ പറ്റുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ രീതികളെ നമ്മളും അറിയാതെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തെയാണ് സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ ലോകത്തോട് അനുരൂപരാകരുതെന്ന് പൗലോസ് എഴുതുന്നു. റോമർ 12:2 നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. മാത്രമല്ല ഗലാത്യർ 6:14 ഈ ക്രൂശിൻ്റെ പറഞ്ഞപ്പോൾ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാൻ വിട്ടുപോയി. പൗലോസും ഈ ക്രൂശ് എന്ന് പറയുന്നത് ലോകവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അവൻ നിമിത്തം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14. അവൻ നിമിത്തം ഞാൻ, ക്രിസ്തു നിമിത്തം ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ എന്താണ് ക്രൂശിക്കപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം? മരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ന്യായീകരണമാണ് ഞാൻ പറയുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് മരണത്തിൻ്റെ ചിഹ്നമാണ്. ഏതിൽ നിന്നുള്ള മരണം? ലോകത്തോടുള്ള വേർപാട്. അതുകൊണ്ട് അത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മാത്രമല്ല ഇവിടെ കർത്താവ് പറഞ്ഞത് ദിനംതോറും ചെയ്യണം. അത് പലയിടത്തും ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ട്, ദിനംതോറും ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ദിനംതോറും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചോ? ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ദിനംതോറും വചനം ധ്യാനിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചോ? കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ സുവിശേഷത്തിലുണ്ടല്ലോ, പഠിപ്പിച്ചോ? ഇല്ല. ഇത് പറയുമ്പോൾ പലർക്കും വലിയ ആശ്വാസമാണല്ലേ, ഇങ്ങനെ പറയുന്ന ഒരു പ്രസംഗമെങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ദിനംതോറും പ്രാർത്ഥിക്കാത്തതെന്നൊക്കെ ചിലർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ.
ദിനംതോറും എന്നുള്ള വാക്ക് ചേർത്ത് ദിനംതോറും പ്രാർത്ഥിക്കണം, ദിനംതോറും വചനം ധ്യാനിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചില്ല. പക്ഷേ ദിനംതോറും എന്നുള്ള ആ വാക്ക് ചേർത്ത് കർത്താവ് പഠിപ്പിച്ച ഏക കൽപ്പന നാൾതോറും ക്രൂശെടുത്ത് അനുഗമിക്കണം എന്നാണ്. എന്നാൽ ഇതിൻ്റെ പ്രാധാന്യം വിശ്വാസികളായ നാം മനസ്സിലാക്കിയിട്ടില്ല. പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരോട് ഈ കാര്യം നാം പറയാറുമില്ല. കാരണം നാം തന്നെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത്? എന്നാൽ ദിനംതോറും എന്നുള്ള വാക്കുപയോഗിച്ച് കർത്താവ് പഠിപ്പിച്ച ഏക കൽപ്പനയാണിത്. ഞാൻ ഇത്രയും പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദിനംതോറും പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനും വേറെ വാക്യങ്ങളുണ്ട്, അല്ലേ? നമുക്കറിയാമല്ലോ. സങ്കീർത്തനം 1:2 എന്താണ് നാം വായിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ, ദിനംതോറും രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 1 തെസ്സലോനിക്കർ 5:17 പൗലോസ് എഴുതുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ദിനംതോറും പ്രാർത്ഥിക്കണമെന്നല്ല, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പ്രേ വിത്തൗട്ട് സീസിങ്. അപ്പോൾ അതിനൊക്കെ വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് വചനം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ പേരിൽ നിർത്തിക്കളയരുത്. അതൊക്കെ അധികമായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലായല്ലോ. ദിനംതോറും എന്നുള്ള വാക്ക് കൃത്യമായി ഉപയോഗിച്ച് കർത്താവ് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാരണം അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ. എന്നാൽ ഇത് കർത്താവ് പറഞ്ഞു. ഇതൊരു പുതിയ കൽപ്പന പോലെ കർത്താവ് പറഞ്ഞതാണ്. നാൾതോറും ക്രൂശെടുത്ത് അനുഗമിക്കണം. അത് മനസ്സോടെ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞു. മനസ്സോടെ നാം കൽപ്പനകൾ അനുസരിക്കണം. അത് വാസ്തവത്തിൽ ഇത് മാത്രമല്ല, ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, എല്ലാ കൽപ്പനകളും മനസ്സോടെ ചെയ്യണം. ഉദാഹരണത്തിന് 2 കൊരിന്ത്യർ 9:7 അത് വായിക്കണം, നമുക്ക് അറിയാവുന്നതാണല്ലോ. അവിടെ ഈ കൊടുക്കുന്നതിനെക്കുറിച്ചൊരു കൽപ്പനയുണ്ട്. ഓർമ്മ കാണുമല്ലോ, ഓർമ്മയുള്ളവരങ്ങ് പറഞ്ഞാലും മതി. എങ്ങനെ കൊടുക്കരുത്, എങ്ങനെ കൊടുക്കണം, ഇത് രണ്ടും അവിടെ പൗലോസ് എഴുതുന്നുണ്ട്. ബ്രദർ എടുത്തെങ്കിലൊക്കെ വായിച്ചു. 2 കൊരിന്ത്യർ 9:7 സങ്കടത്തോടെ അരുത്, അല്ല ഞാൻ തന്നെ ഉദ്ധരിക്കാം, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ എത്ര പേര് അടിവരയിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ദിസ് ഈസ് ദ ഗോൾഡൻ റൂൾ ഫോർ ക്രിസ്ത്യൻ ഗിവിങ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എത്ര പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടതെന്ന്. പെർസെൻറ്റേജ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പെർസെൻറ്റേജ് കണക്കാക്കി കൊടുക്കേണ്ട എന്നല്ല. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എൻ്റെ വിഷയത്തിൽ ഞാൻ അല്പം ഒന്ന് മാറിപ്പോകുന്നു. കാരണം ഈ വാക്യം വായിച്ചതിൻ്റെ കാര്യം ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലെറ്റ് മീ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്: ഗീവ് ദ മാക്സിമം ദാറ്റ് യു ക്യാൻ ഗീവ് ചിയർഫുള്ളി. ദാറ്റ് ഈസ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൂൾ ഫോർ ഗിവിങ്. സന്തോഷത്തോടെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കൊടുക്കുക. അത് ഓരോരുത്തരും തീരുമാനിക്കണം. 10% 20 50 100 തീരുമാനിക്കുക. വാസ്തവത്തിൽ നാം മുഴുവൻ കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ബാക്കി എത്ര നാം പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്ന ചോദ്യം. അത് പോകട്ടെ. എന്നാൽ ഇവിടെ കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ എന്താണ്? അത് നിർബന്ധത്താൽ അരുത്, സങ്കടത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ഇത് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാറ്റിനുമുള്ള ബാധകമായ കൽപ്പനയാണ്. ഏത് കൽപ്പന അനുസരിക്കുമ്പോഴും ഇതുതന്നെയാണ് പ്രമാണം: സന്തോഷത്തോടെ അനുസരിക്കുക. ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമാകുന്നു എന്ന് 119:47 സങ്കീർത്തനക്കാരൻ എഴുതുന്നുണ്ട്. അതിൽ ഞാൻ പ്രമോദിക്കുന്നു, എനിക്ക് സന്തോഷകരമാണ്. പ്രിയപ്പെട്ടവരെ, കൽപ്പനകൾ അനുസരിക്കുന്നത് സന്തോഷകരമാണോ? ക്രൂശെടുക്കുന്നതും സന്തോഷത്തോടെ മനസ്സോടെ ദിനംതോറും ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ അല്പം കൂടെ പ്രായോഗികമായ കാര്യത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ചില പ്രമാണങ്ങളുണ്ട്, ലോകത്തിൻ്റേതായ ചില രീതികളുണ്ട്, അതിൻ്റെ വാല്യൂ സിസ്റ്റം, മൂല്യങ്ങളുണ്ട്. തീർന്നില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വേണം ദൈവമക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യന്മാർ ജീവിക്കുവാൻ. ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ ആ നിലയിൽ പറയാം. നമുക്കറിയാം, സാധാരണ നമ്മളൊക്കെ പറയുന്ന ഒരു വാചകമാണ് ഇക്കാലത്ത്: കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കുകയില്ല. സിസ്റ്റം കറപ്റ്റഡാണ്. ശരിയാണ്, സിസ്റ്റം കറപ്റ്റഡാണ്, അത് സത്യമാണ്. നമ്മുടെ ഈ വ്യവസ്ഥിതി തന്നെ വളരെ കറപ്റ്റഡ് എന്നുള്ള എന്താ ഒരു മലയാളം വാക്ക്? അതെല്ലാം അഴിമതി. താങ്ക് യു. സകലതും അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റത്തിലാണ് നാം ജീവിക്കുന്നത്. ശരി, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാതെ ജീവിക്കാൻ പറ്റുകയില്ല. ഞാൻ കേരളത്തിലെ വേറൊരു ഉദാഹരണം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഉദാഹരണം ഒരു പുസ്തകത്തിൽ വായിച്ചത് എനിക്ക് വളരെ രസകരമായി തോന്നി. അത് ഞാൻ പറയാം. പേരൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സഭയിൽപ്പെട്ടതല്ല, എന്നാൽ ഭക്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ.
ഈ പഴയ തലമുറയ്ക്കറിയാം 70കളുടെ അവസാന ഭാഗത്ത് ഈ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചൊരു സമയമുണ്ട്. ആ സമയത്താണെന്ന് തോന്നുന്നു ഈ ഓപ്പൺ മാർക്കറ്റിൽ സിമൻ്റ് ഒന്നും കിട്ടുകയില്ല. എന്തെങ്കിലും ഒരു പണി, നമ്മൾ വീടിൻ്റെ പണി ചെയ്യണമെങ്കിൽ ആദ്യം കളക്ടർക്ക് അപേക്ഷ കൊടുക്കണം. കളക്ടറാണ് പിന്നെ എത്ര ചാക്ക് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു സമയം ഒരു കർത്തദാസൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ എവിടെയാണ് താമസിക്കുന്നത് ആ സമയത്ത്. അവിടെ ഒരു സഭാ ഹോള് പണിയാൻ വേണ്ടി തനിക്ക് ആവശ്യം വന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കളക്ടർക്ക് അന്ന് അവിടെ പോയി അവിടുത്തെ കളക്ടറുടെ ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്തു. അപ്പോൾ ഒരു ക്ലർക്ക് അത് വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം, ഇപ്പോൾ അപ്പോഴത്തേക്ക് ഇതിൻ്റെ മേൽ നടപടി സ്വീകരിക്കുന്നതാണ്. ഇദ്ദേഹം അതുപോലെ വിശ്വസിച്ചു. കറക്റ്റ് 14 ദിവസം എണ്ണി അവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓഫീസിൽ ചെന്നു. അപ്പോൾ ആ ക്ലർക്ക് പറയുകയാണ്, ഇന്ന് ആ ഓഫീസർ വന്നിട്ടില്ല സാർ, ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വരിക. അദ്ദേഹം അതുപോലെ വിശ്വസിച്ചു. താൻ അവിടെ നിന്ന് ഇറങ്ങി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നു. അപ്പോൾ ഈ ക്ലർക്ക് വേറെന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. താൻ പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ ആ ഓഫീസിലെ പ്യൂൺ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, സാറേ, ഇവർ ഈ 2 ആഴ്ച 3 ആഴ്ച എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. സാർ ഇത് വിശ്വസിച്ച് നടക്കാൻ തുടങ്ങിയാൽ നടന്ന് ചെരുപ്പ് തെയ്യുമെന്നല്ലാതെ ഒരിക്കലും സിമൻറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇദ്ദേഹത്തെയൊക്കെ ചെന്ന് കാണേണ്ടതുപോലെ കാണണം. അപ്പോൾ ഈ കാര്യം മനസ്സിലായി അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല കർത്താവിന് വേണ്ടി ഒരു ഹോൾ പണിയുകയാണ്. ഞാൻ അല്ലാതെയും കൊടുക്കുകയില്ല, ഇതൊട്ടും ചെയ്യുകയില്ല. അദ്ദേഹം പോയി. 3 ആഴ്ച കഴിഞ്ഞു അദ്ദേഹം പിന്നെയും മടങ്ങി വന്നു. ഇങ്ങനെ വരുമ്പോഴല്ല 3 ആഴ്ച 4 ആഴ്ച ഇങ്ങനെ പറയും. ഇങ്ങനെ പല പ്രാവശ്യം താൻ വന്നു, കൈക്കൂലി കൊടുത്തുമില്ല. ഒടുവിൽ ഈ ക്ലർക്കിന് മനസ്സിലായി ഈ മനുഷ്യനൊരു പ്രത്യേക മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് ഇന്ന് കാശ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ സിമൻറ്റ് സാങ്ഷൻ ചെയ്തു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ താനൊരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. അത് പറയാൻ എത്രയും ചരിത്രമുള്ളത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, ഞാൻ കർത്താവിനോട് സിമൻറ്റിന് വേണ്ടി ചോദിച്ചു, സിമൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് സിമൻറ്റ് മാത്രമല്ല, സിമൻറ്റിൻ്റെ കൂടെ എനിക്ക് മറ്റൊരു കാര്യം ബോണസായിട്ട് തന്നു. എന്താണ്? സിമൻറ്റ് മാത്രമല്ല, സിമൻറ്റിൻ്റെ കൂടെ എനിക്ക് ക്ഷമയും തന്നു എന്ന് പറഞ്ഞു. സിമൻറ്റും കിട്ടി, ക്ഷമയും കിട്ടി. 6 മാസം ഈ ഗവൺമെൻറ് ഓഫീസിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നപ്പോൾ എന്ത് കിട്ടി? ക്ഷമയും പഠിച്ചു. അത് കർത്താവ് ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ക്ഷമയും തന്നു എന്ന് പറഞ്ഞു. നോക്കുക, ഒരു ഭക്തൻ്റെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊക്കെയാണ് എത്ര പ്രാവശ്യം ഇവരെ ചീത്ത പറഞ്ഞു തരെയും, കളക്ടറേയും ചീത്ത പറയും, ക്ലർക്കിനെയും ചീത്ത പറയും, എല്ലാവരെയും ചീത്ത പറയും. അദ്ദേഹത്തിനൊരു പരാതിയില്ല. ദൈവം എന്നെ ക്ഷമ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നതിന് താല്പര്യം, നമ്മൾ വെറുതെ പറയുകയാണ് ചില കാര്യങ്ങളൊക്കെ കൈക്കൂലി കൊടുക്കാൻ നടക്കുകയില്ല, കൈക്കൂലി കൊടുക്കത്തില്ല എന്നൊരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ എല്ലാ വിശ്വാസികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലും ചില മാറ്റങ്ങൾ വരും. അവർ മനസ്സിലാക്കട്ടെ, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഉദാഹരണങ്ങൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ലോകത്തിന് വിപരീതമായി ജീവിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആ കാലഗതിക്ക് വിരുദ്ധമായി ജീവിക്കുക, ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു മേഖലയാണ് തൊഴിൽ മേഖല. ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയും എല്ലാം അഴിമതിയാണ്. ഇവിടെ മാത്രം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം കൂടെ അങ്ങ് പറയാം. ഞാൻ സാധാരണ എൻ്റെ സാക്ഷ്യമൊന്നും അധികം പറയുന്ന ആളല്ല, ഇതിപ്പോൾ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ഞാൻ 1984 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിട്ട് ഗസറ്റഡ് ഓഫീസറായിട്ട് വരുന്നത്. അതിനു മുമ്പ് ഏകദേശം 3 വർഷങ്ങൾ ഞാൻ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. 81 ഞാൻ ജോലിക്ക് കയറിയ വ്യക്തിയാണ്. 81 പാസ്സായി ഉടൻ തന്നെ ജോലിക്ക് കയറിയ വ്യക്തിയാണ്, വളരെ ചെറിയ പ്രായത്തിൽ. അവിടെ TKM എഞ്ചിനീയറിംഗ് കോളേജും അത് എയ്ഡഡ് കോളേജാണ്. അവിടെയും നല്ല സാലറി ഉണ്ട്. അവിടെ ഏറെക്കുറെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് PSCയുടെ ഇൻ്റർവ്യൂ, അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടില്ല. അത് കണ്ട ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് താമസിക്കുകയാണ്. ഈ പറഞ്ഞ സാറ് തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വന്നു പോകുന്ന ആൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു, PSC ഓഫീസിൽ പോയി ഒരു ഫോം വാങ്ങിച്ചുകൊണ്ട് വാ. കാരണം എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരാഗ്രഹമുണ്ട്. ഞാൻ പഠിച്ച തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അതുകൊണ്ട് അവിടെ തന്നെ അധ്യാപകനായി പോയാൽ അവിടെ നിന്ന് പ്രെയർ ഗ്രൂപ്പൊക്കെ ഉണ്ട്, EUൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ കുറച്ച് ആക്റ്റീവ് ആകാമെന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ അത്ര നിർബന്ധവുമില്ല. കാരണം ഇവിടെ ഒരു നല്ല ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാനൊരു വാക്കൂടെ പറയട്ടെ. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജ് അത് മുസ്ലിം മാനേജ്മെൻറ്റാണ്. പൈസ വാങ്ങിക്കാതെ അധ്യാപകരെ നിയമിക്കുന്ന ചുരുക്കം ചില മാനേജ്മെൻറ്റുകളിലൊന്നാണ്. നമ്മുടെ പല ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും അത് ചെയ്യുകയില്ല. അങ്ങനെയാണ് എനിക്കവിടെ ജോലി കിട്ടുക, അല്ലെങ്കിൽ എനിക്കവിടെ കിട്ടാൻ യാതൊരു അർഹതയുമില്ല. ഓക്കെ,
അങ്ങനെ പോയി. പിന്നെ PSCയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു, അത് ഫില്ല് ചെയ്തു. അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ഞാൻ തിരുവനന്തപുരത്ത് പോയില്ല, ഈ സാറിനെ തന്നെ കൊടുത്തയച്ചു. അദ്ദേഹം കൊണ്ട് ഇട്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഏതായാലും 3 മാസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് പോകാൻ നേരം കൊല്ലത്തെ പല ടീച്ചേഴ്സ് പറഞ്ഞു വെറുതെയാണ് പോകുന്നത്. അവർ പറഞ്ഞു ഇവർ അഡ്വർട്ടൈസ് ചെയ്തപ്പോൾ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാണ്, സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാണ് അഡ്വർട്ടൈസ് ചെയ്യുന്നത്, ലെക്ചർ പോസ്റ്റ്. അപ്പോൾ അവർ പറഞ്ഞു അന്നത്തെ ഞങ്ങളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വാസുദേവൻ സാറിൻ്റെ മകളും എൻ്റെ കൂടെ തന്നെ കൊല്ലത്തെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകളെ കയറ്റാൻ വേണ്ടിയാണ് ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞ് അഡ്വർട്ടൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വലിയ വിഷയമല്ല, ഏതായാലും ഇൻ്റർവ്യൂവിനെ വിളിച്ചു, നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ, വെറുതെ പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ഞാനും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡയറക്ടറുടെ മോളും ഉണ്ട്, ഞങ്ങൾ കുറേ ടീച്ചേഴ്സുണ്ട്. 1 മാസം കഴിയുന്നതിന് അതൊക്കെ എല്ലാം പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടക്കുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് വന്നു പറഞ്ഞപ്പോൾ ഞാൻ നോക്കാൻ പോയില്ല. പക്ഷേ അതിനുമുമ്പ് ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, കർത്താവേ ഞാനിവിടെ ഒരു ജോലിയിലാണ്, ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10-നകത്തെങ്കിലും എൻ്റെ പേര് വരണം. കാരണം 10-നകത്ത് വന്നാൽ പിന്നെ റിസർവേഷൻ്റെ റൊട്ടേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ അത് 20 ആകും. അതിനകത്തെങ്കിലും എൻ്റെ പേര് വന്നാൽ ഞാൻ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല 10-നകത്ത് പേര് വരുമെന്നൊന്നും. അതുകൊണ്ട് ഞാൻ റിസൾട്ട് നോക്കാനും പോയില്ല. എൻ്റെ ഒരു സ്നേഹിതൻ പോയി നോക്കിയിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ റാങ്ക് ലിസ്റ്റിൽ 3-ാമത്തെ റാങ്ക് ആയിട്ട് കിടക്കുന്നത് എൻ്റെ പേരാണ്. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ ആ സംശയവാലുമായ തോമസിനെ പോലെ ഞാൻ തന്നെ പോയി നോക്കാൻ വേണ്ടി അന്ന് പബ്ലിഷ് ചെയ്തൊരു ഏതോ ഒരു ഓഫീസുണ്ട്, PSCയുടെ തുല്യമായൊരു ഓഫീസ് കൊല്ലത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപനം. ഞാൻ പറയട്ടെ, അന്നും ഇന്നും എനിക്കറിയത്തില്ല എനിക്കെങ്ങനെ ഈ 3-ാം റാങ്ക് കിട്ടിയെന്ന്. കാരണം എന്നേക്കാൾ മാർക്കുള്ള പലരും അന്നുണ്ടായിരുന്നു. എനിക്ക് ഏത് അടിസ്ഥാനത്തിൽ ഈ 3-ാം റാങ്ക് കിട്ടുന്നുള്ള അന്നും അറിയത്തില്ല, ഇന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എന്തിനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റുപലരുടെയും പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവതീയുവാക്കന്മാരുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കുറേ നാളുകൾ ജോലി ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് 3-ാം റാങ്ക് തന്ന് എന്നെ അവിടെ കൊണ്ടുപോയി. നോക്കണം, എല്ലാവരും പറഞ്ഞു PSC മുഴുവൻ അഴിമതിയാണ്. കാണുമായിരിക്കും, PSC അഴിമതി കാണും, അതുപോലെ സ്വജനപക്ഷപാതമൊക്കെ കാണും, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ ചുമ്മാതെ പോയി അറ്റൻഡ് ചെയ്ത് എനിക്ക് 3-ാം റാങ്ക് കിട്ടി. അങ്ങനെയാണ് 84 ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് വരുന്നതും 98 വരെ അവിടെ ജോലി ചെയ്യുന്നു. 98 വന്നപ്പോൾ 16 വർഷം സർവീസുണ്ട്. അന്നും പലരും എന്നോട് പറഞ്ഞു ഒരു 4 വർഷം കൂടെ അവിടെ വർക്ക് ചെയ്താൽ ഒരു മിനിമം പെൻഷൻ കിട്ടുമെന്ന്. ഞാൻ ഇന്നലെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അനുസരണം എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എന്നോട് ഇന്ന് റിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ദൈവത്തോട് പറയാൻ പറ്റുകയില്ല, കർത്താവ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്യാം. അതുകൊണ്ട് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ 98 തന്നെ ഞാൻ ജോലി രാജിവെച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം തരുന്ന കഴിവിനനുസരിച്ച് പല സ്ഥലങ്ങളും കർത്താവിനെ സേവിക്കുന്നു. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ ലോകത്തിലെ വ്യവസ്ഥിതി അഴിമതി നിറഞ്ഞാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നു. 98 ജോലി രാജിവെക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം ഈ ജോലി കിട്ടിയത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ ദൈവത്തിൻ്റെ കരുണയിൽ കിട്ടിയതാണ്. കരുണയിൽ കിട്ടിയ ജോലി ദൈവം അത് കളയാൻ പറഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. 98 ഞാനത് വളരെ സന്തോഷത്തോடு തന്നെ ആ ജോലി രാജിവെച്ചു. എൻ്റെ ഭാര്യയും അതിന് സമ്മതമായിരുന്നു. അത് ദൈവനാമഹത്വത്തിന് വേണ്ടി ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം പോലെ പറഞ്ഞെങ്കിലും ഈ ലോകത്തിന് വിരുദ്ധമായി ജീവിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ മാനിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. മറ്റൊരു മേഖലയാണ് ഈ വിവാഹത്തിൻ്റെ മേഖല. നമുക്കറിയാം, വിവാഹം വരുമ്പോൾ എല്ലാവരും പല കോമ്പാറ്റിബിലിറ്റി, പൊരുത്തം നോക്കും, അത് തെറ്റൊന്നുമില്ല. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കുന്നത്? പലപ്പോഴും നോക്കുന്നത് നമ്മൾ പ്രൊഫഷണൽ കോമ്പാറ്റിബിലിറ്റി അല്ലേ, തൊഴിൽപരമായ പൊരുത്തമുണ്ടോ, പിന്നെ കുടുംബപരമായ പൊരുത്തമുണ്ടോ, ഫാമിലി കോമ്പാറ്റിബിലിറ്റി, എഡ്യൂക്കേഷണൽ കോമ്പാറ്റിബിലിറ്റി, വിദ്യാഭ്യാസപരമായ പൊരുത്തം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണം, ഒരു വ്യക്തി എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറെ തന്നെ കല്യാണം കഴിക്കണം. എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയതെന്ന് എനിക്കറിയുകയില്ല. കാരണം ബൈബിളിലെ ആശയമല്ല. ഇതൊക്കെയാണ് ലോകത്തിൻ്റെ ആശയങ്ങൾ. ഈ പൊരുത്തങ്ങളെല്ലാം നോക്കും, പക്ഷേ ആത്മീയ പൊരുത്തം മാത്രം പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നു കളയാറുണ്ട്. അല്പം കൂടെ പറഞ്ഞാൽ ആരുടെയും BP കൂടുതലെന്ന് ഞാൻ ചിന്തിക്കുന്നു. പല സുവിശേഷകന്മാർ പോലും
അവരുടെ മക്കളുടെ വിവാഹം വരുമ്പോൾ ഉപദേശ സത്യങ്ങളൊക്കെ വിട്ടുപോകാറുണ്ട്. ആ സമയത്ത് അവർക്ക് പ്രധാന ഉപദേശത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. ഞാൻ പണ്ടങ്ങാണ്ട് നടന്നു എന്ന് പറയുന്ന KG കുര്യച്ചൻ പറഞ്ഞ ഒരു സംഭവം, തൻ്റെ മകൻ ജോൺ കുര്യൻ, എൻ്റെ സുഹൃത്താണ്. ജോൺ കുര്യൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞത്, വ്യക്തിപരമായിട്ട് പറഞ്ഞത്, താൻ പ്രസംഗത്തിലും പറയാറുണ്ടെന്ന് തോന്നുന്നു, ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ KG കുര്യച്ചൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതോ ഒരു സുവിശേഷകൻ തന്നെ കാണാൻ വന്നു. തന്നോട് പറഞ്ഞു, എൻ്റെ മകൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ സഭയിൽ നിന്നല്ല, എന്നാൽ മറ്റൊരു കൂട്ടത്തിൽ നിന്നാണ്. പക്ഷേ അവർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരൊക്കെയാണ്. പക്ഷേ അവരുടെ ഉപദേശം നമ്മുടെ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു ഉപദേശമാണ് എന്ന് പറഞ്ഞു. ഇത് ശാന്തമായി കേട്ടിട്ട് KG കുര്യച്ചൻ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. താൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെന്നിട്ട് ആദ്യം ആ മകളെ വിളിച്ച് മകളോട് ക്ഷമ ചോദിക്കണം. അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തിനാണ് ഈ മകളോട് ക്ഷമ ചോദിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത്രയും നാൾ മകളോട് എന്താണ് പറഞ്ഞത്? നമ്മുടെ ഉപദേശം, ബ്രദറിൻ്റെ ഉപദേശമാണ് ഏറ്റവും പവിത്രമായ ഉപദേശം, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്, ഇത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അല്ലെ ആ മകളെ ചെറിയ പ്രായം മുതൽ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ്. കല്യാണത്തിന് സമയമായപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തി കോംപ്രമൈസ് ചെയ്യുക. അതുകൊണ്ട് ആദ്യം മകളോട് ക്ഷമ ചോദിക്കണം, പിന്നെ മറ്റു മക്കളോടും ഒക്കെ ക്ഷമ ചോദിക്കണം, ഭാര്യയോടൊക്കെ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞു. തനിക്ക് കാര്യം മനസ്സിലായി. താൻ അങ്ങ് പോയി. താൻ അങ്ങനെ ചെയ്തില്ല എന്നാണ് ആ ചരിത്രം പറയുന്നത്. ഞാൻ പറയുന്നത്, ഇന്ന് വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊന്നും ആർക്കൊരു വിഷയമല്ല. അമേരിക്കയിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ, അല്ലെ പേർഷ്യയിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ, ഏത് നിലയിലും കോംപ്രമൈസ് ചെയ്യുന്നവരായിട്ട് ബ്രദറൻ സമൂഹം തീർന്നിരിക്കുകയാണ്. ഞാനത് കൂടുതലൊന്നും ആ ഭാഗത്ത് പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളിലൊക്കെ ഒരു റീതിങ്കിങ് നമുക്ക് വേണം. നമ്മളിത് പഥ്യോപദേശമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു, പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ നാം ഇത് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ഉപദേശം ശ്രേഷ്ഠമാണെന്ന്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹം വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു? അതിൻ്റെ അർത്ഥം നാം ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഈ തൊഴിലിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് യുവാക്കന്മാരെങ്കിലും തന്നെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലൈവ് സ്ട്രീമിൽ കൂടെ കാണുന്നുണ്ടല്ലോ. ഇന്ന് തൊഴിൽ മേഖല ഭയങ്കര ടെൻഷൻ നിറഞ്ഞൊരു മേഖലയാണ്, അല്ലേ? ഈ അടുത്ത സമയത്ത് അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ ടെൻഷനുണ്ട്. ശരിയാണ്. വാസ്തവത്തിൽ ഞാൻ ദീർഘവർഷങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നല്ലോ. അന്ന് ഞാൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നൊരു അഡ്വൈസ് ഉണ്ട്. ഇന്നും സ്റ്റുഡൻസിനെ കണ്ടാൽ ഞാൻ പറയും, ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ വേണം. അത് ബൈബിളിലെ ആശയമാണ്. 2 Thessalonians 3:10 നാം വായിക്കുന്നു, തൊഴിൽ ചെയ്യാത്തവൻ, വേല ചെയ്യാത്തവൻ തിന്നുകയും വരുന്നത്. ജീവിക്കാൻ വേണ്ടി നമുക്കെല്ലാം ചെറുതോ വലുതോ ആയൊരു തൊഴിൽ വേണം. അത് തെറ്റില്ല, അത് ദൈവഹിതമാണ്. എന്നാൽ തൊഴിലിന് വേണ്ടി ജീവിക്കരുത്. ചെറുപ്പക്കാരൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ അത് കുറിച്ചിട്ട് കൊള്ളണം. തൊഴിലിന് വേണ്ടി ജീവിക്കരുത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും IT ഫീൽഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവർ ഒത്തിരി ചില പ്രോജക്ട്സൊക്കെ തരും, ചില ചലഞ്ചസ് തരും. ഞാൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനോട്, IT ഫീൽഡിലുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയൊക്കെ തരും, പക്ഷേ എന്തിനാണ് ആൾക്കാരൊക്കെ തീർക്കുന്നത്? പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. ശരി, നിങ്ങൾ ആ ഡെഡ്ലൈൻസ് തീർത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, ആരും പിരിച്ചുവിടത്തൊന്നുമില്ല, ആ പ്രൊമോഷൻ കിട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഒരു ക്രിസ്തീയ ജീവിതവും കുടുംബജീവിതവും നയിക്കാൻ കഴിയും. ഈ IT മേഖല മാത്രമല്ല, നമുക്കറിയാം ബാങ്കിലും മറ്റു പല മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല സഹോദരിമാരെ എനിക്കറിയാം. പല സഹോദരിമാർ, എൻ്റെ വൈഫും ബാങ്കിലായിരുന്നു. അവർക്കൊക്കെ പലപ്പോഴും പ്രൊമോഷൻ വേണ്ട എന്ന് പറഞ്ഞ് അനേക വർഷങ്ങൾ ഇരുന്ന സഹോദരിമാരുണ്ട്. എന്തിനു വേണ്ടി? കുടുംബത്തിന് വേണ്ടി, അവരുടെ മക്കളെ നോക്കാൻ വേണ്ടി. കാരണം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫറായി ദൂരസ്ഥലത്ത് പോകണം, വർക്ക് ലോഡ് കൂടുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുവാൻ, വീട്ടിലെ കാര്യം നോക്കുവാൻ, മക്കളുടെ കാര്യം നോക്കുവാൻ ഒന്നും സമയമില്ല. അതിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടി സ്വയം അത് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അനേക വർഷങ്ങൾ ജീവിച്ച സഹോദരിമാരെ എനിക്കറിയാം. ചില സഹോദരന്മാരുമുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതാണ് ലോകത്തോടെ അനുരൂപരാകാതെ ജീവിക്കുക എന്നുള്ളതിൻ്റെ പ്രായോഗികാർത്ഥം. ഇതാണ് സ്വന്തം ക്രൂശെടുത്ത് ഗുരുവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഒരു വലിയ മാറ്റം ആവശ്യമാണ്. നാം തന്നെത്താൻ നിഷേധിക്കണം, അതുപോലെ ക്രൂശെടുത്ത് അനുഗമിക്കേണ്ടത് ആവശ്യമാണ്. ശരി, ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ അപ്രായോഗികമാണല്ലോ, ഇതൊക്കെ ആർക്ക് അനുസരിക്കാൻ കഴിയും, ഇത് കഠിനവാക്കല്ലേ എന്നൊക്കെ ചിലരുടെ മനസ്സിൽ തോന്നും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, ഇതൊന്നും നമ്മുടെ സ്വയശക്തിയിൽ
നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. എഫേസ്യർ 5:18 നാം വായിക്കുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി. അവിടെ സഭയുടെ പശ്ചാത്തലത്തിലാണത് പറയുന്നത്. ഏതു കാര്യം ചെയ്യുന്നതിന് ഒരു വിശ്വാസിക്ക് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിന്, യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നതിന് ആത്മനിറവ് ആവശ്യമാണ്. ആത്മനിറവ് സമം ആത്മനിയന്ത്രണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കണം. ഫിലിപ്പിയർ 4:13 പൗലോസ് എഴുതുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അത് നമുക്കും ബാധകമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യം തന്നെയാണ്. ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് അനുകൂലമല്ല. അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ജീവിക്കാം. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതുകൊണ്ട് ഈ നാളുകൾ ദൈവകൃപയിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. ഈ ചില ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് ചോദിക്കാം. തീരുമാനങ്ങൾ എടുക്കുക. അവർ ഡിസിഷൻസ് ഡിറ്റർമിൻ അവർ ഡെസ്റ്റിനി. നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ വിലയുണ്ട്. തീരുമാനമെടുക്കുവാൻ കർത്താവ് പറഞ്ഞ പോലെ മനസ്സുണ്ടെങ്കിൽ, ഇച്ഛിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സില്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ നമുക്കങ്ങ് ജീവിച്ചു പോരാം. പ്രത്യേകിച്ചൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു ഒത്തുവരുത്ത ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്കൊരു വിശ്വാസികളായി അല്ലെങ്കിൽ സാധാരണ ശിഷ്യന്മാരായി അങ്ങനെ ജീവിച്ച് അങ്ങ് പോരാം. നമ്മുടെ രക്ഷഭദ്രമാണ്. നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉന്നതമായ ആത്മീക അനുഭവം, നേരത്തെ പ്രിയ സഹോദരൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ക്രിസ്തു എന്ന തലയോളം വളരുന്ന അനുഭവം, അങ്ങനെ മുന്നേറണമെങ്കിൽ ദൈവകൃപയിൽ വളരെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. 3 വ്യവസ്ഥകളാണ് ഈ 3 ദിവസങ്ങളോട് നാം പഠിച്ചത്. ഏറ്റവും ഒന്നാമത്തെ വ്യവസ്ഥ, എല്ലാറ്റിനേക്കാളും ഉപരിയായി, എല്ലാവരേക്കാളും ഉപരിയായി നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുക. 2, സ്വയത്തെ നിഷേധിച്ച് ജീവിക്കുക, സ്വയത്തോട് നോ പറഞ്ഞ് ജീവിക്കുക, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ജീവിതം. 3, നാൾതോറും ക്രൂശെടുത്ത് ഗുരുവിനെ അനുഗമിക്കുക. എന്ന് പറഞ്ഞാൽ നാൾതോറും ഈ ലോകത്തോട് വേർപെട്ട് ജീവിക്കുക, ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുക, കർത്താവും അപ്പോസ്തലന്മാരും കാണിച്ചെന്ന മാതൃകളനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ ശിഷ്യനെന്ന് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ഈ ദിവസങ്ങൾ കേട്ട ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനം സംസാരിച്ച എന്നെയും കേട്ട നിങ്ങളെയും എല്ലാം ഒരുപോലെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ നടന്ന ഈ ആത്മീയ സംഗമത്തിൽ വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടും കേൾവിക്കാരായ നിങ്ങളോടും എല്ലാവരും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും വചനം അതിൻ്റെ എല്ലാ ഗൗരവത്തോടും അപ്പോൾ തന്നെ വളരെ ലളിതമായും നമുക്ക് വിചിന്തനം ചെയ്തു തരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും സ്വയത്തെ ത്യജിക്കുകയും മാത്രമല്ല തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുവാനും അതിൻ്റെ പ്രായോഗിക വശത്തിൽ നമുക്കെന്തെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മുടെ തെറ്റുകളെ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തി വളരെ വിജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ മീറ്റിംഗ് എന്നുള്ള രീതിയിൽ ചില നന്ദിയുടെ വാചകങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. ആ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായി സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. വളരെ അനുകൂലമായ കാലാവസ്ഥ നമുക്ക് നൽകി ജനത്തെ കൂട്ടിവരുത്തി സമാധാനാന്തരീക്ഷത്തിൽ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ ഈ മീറ്റിങ്ങിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഏത് വിഷയമാണ് വേണ്ടെന്നുള്ള സമയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന യഥാർത്ഥ ശിഷ്യത്വം എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയം, അത് ഇന്ന് പലർക്കും അറിയില്ല, എന്നാലത് എടുക്കണം എന്നുള്ളതായിരിക്കുന്ന ചിന്ത വന്നു. അങ്ങനെ
പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ സമീപിച്ചു, ആ കാര്യം പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ താൻ അത് കേൾക്കുകയും ആ സമയത്ത് കടന്നു വരികയും ഈ കാര്യം നമുക്ക് കടന്നു വന്ന് ആ കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ലളിതമായി വിഭജിച്ച് തരുവാൻ സമയം പോരായിരുന്നെങ്കിലും ആ 3 ദിവസം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മെ മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. പ്രിയ ദാസനോടുള്ള പ്രത്യേക നന്ദി പ്രത്യേക ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ വിവിധങ്ങളായ സ്ഥലം സഭകളിൽ നിന്ന് ഈ പ്രദേശത്ത് മാത്രമല്ല ദൂരത്തു നിന്നും വിവിധങ്ങളായ സ്ഥലം സഭകളിൽ നിന്ന് സഹോദരി സഹോദരന്മാരിവിടെ കടന്നു വരുവാനിടയായി. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കൂടാതെ ഇവിടെ പ്രാർത്ഥനയിൽ പാട്ടിൽ അങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ നമ്മെ സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട അവരോടുള്ളതായിരിക്കുന്ന നന്ദി പ്രത്യേക ഈ സമയത്ത് ഓർപ്പിക്കുന്നു. മാത്രമല്ല, കർത്താവിൻ്റെ ദാസന് ഇവിടെ വന്ന സമയത്ത് ഒരു താമസ സൗകര്യം ആവശ്യമായിരുന്നു. അത് നമ്മുടെ ഇവിടെയുള്ള ബ്രദർ ആൻഡ് തിയോളജിക്കൽ കോളേജിനോട് സമീപിച്ചപ്പോൾ അവരത് ഒരു മടിയും കൂടാതെ ആ കാര്യം ക്രമീകരിച്ചു. ആ നിലയിൽ BTCയുടെ ഉള്ളതായിരിക്കുന്ന പ്രത്യേക നന്ദി സമയത്ത് ഓർപ്പിക്കുന്നു. കൂടാതെ ലൈവ് ടെലികാസ്റ്റ് നമുക്ക് വേണ്ടി ക്രമീകരിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി സമയത്ത് ഓർപ്പിക്കുന്നു. മാത്രമല്ല, ലൈവിലൂടെ ഈ പ്രദേശങ്ങളിലും മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും സഹോദരി സഹോദരന്മാരോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കൂടാതെ ഈ ഇവിടെ ഈ സീറ്റിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്താൽ നമുക്കറിയാം. ഷിബുവാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയത്. ഷിബുവിനോടുള്ളതായിരിക്കുന്ന പ്രത്യേക നന്ദി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുകയും ഇതിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദിയുടെ വാദങ്ങൾ അറിയിക്കുന്നു. കൂടാതെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഇവിടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ഒരു ബുക്ക് എന്നുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അത് ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ അത് എത്തിച്ചു തരുന്നതായിരിക്കും. കൂടാതെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ അതിനുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഞങ്ങളെ ചെയ്തു തരിക്കുന്നതാണെന്ന കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ ഈ ആത്മീയ സംഗമത്തോടുള്ള ബന്ധത്തിൽ ഒരു മീറ്റിംഗ് മാടവന ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നവംബർ മാസം 21, 22 തീയതികളിലായിരിക്കും ഒരു ഗോസ്പൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ളതായിരിക്കുന്ന ഈ ഡീറ്റെയിൽസുകൾ അത് സ്ഥലം സഭകൾക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഈ വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നത്തെ മീറ്റിംഗ് കർത്താവിൻ്റെ ദാസൻ TA എബ്രഹാം അവരുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. എല്ലാറ്റിനും ഒരിക്കൽ കൂടെ സർവകൃപാലുവായ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകും. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. പ്രത്യേകം നാം ശ്രദ്ധിച്ച ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 20-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദാസൻ ഇന്ന് നമ്മോടുകൂടെ ഈ നിലയിലായിരിക്കാൻ ദൈവം വഴിയൊരുക്കി. ദൈവം തന്നെ പിന്നെയും കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗപിതാവേ, അല്പസമയം അവിടുത്തെ വിലയേറിയ വചനത്തിന് മുൻപാകെ ഇരിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് അന്ന് കൃപയ്ക്കായി സ്തോത്രം. യഥാർത്ഥ ശിഷ്യത്തോടുള്ള ബന്ധത്തിൽ ആ ശിഷ്യത്വം എങ്ങനെ ഒന്നാമത് നിന്നെ സ്നേഹിച്ച് ജീവിക്കുക, രണ്ടാമത് ജീവിതത്തിലൊരു സമർപ്പണം, മൂന്നാമത് നാൾതോറും ഞങ്ങളുടെ ക്രൂശ് എടുത്ത് നിന്നെ അനുഗമിക്കുക. ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിന്നെ യഥാർത്ഥമായി സ്നേഹിച്ചും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഹിതത്തിന് ഒത്തവണ്ണം ജീവിച്ച് മഹത്വപ്പെടുത്തുവാൻ പിന്നെയും സഹായിക്കണം. അവിടുത്തെ വരവിന് താമസമെങ്കിൽ നിൻ്റെ സാക്ഷികളായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്കിയിരിക്കുന്നിടത്ത് നിന്നെ സ്നേഹിച്ച് നിന്നെ അനുഗമിച്ച് ജീവിപ്പാൻ, മറ്റുള്ളവരുടെ മുൻപാകെ യഥാർത്ഥ ശിഷ്യനെന്ന് പറയത്തക്കവണ്ണം മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കേവർക്കും ഇടയാക്കണമേ. ഈ ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവരെന്നേക്കും ജീവിക്കും. കർത്താവെ, നാൾതോറും നിന്നെ സ്നേഹിച്ചും അനുഗമിച്ചും ക്രൂശെടുത്ത് അനുഗമിപ്പാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഹ്വാനം ചെയ്തു.
അതനുസരിച്ച് ജീവിച്ചതിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർ കണ്ട് നിന്നെ അനുഗമിപ്പാൻ ഇടയാക്കണം. ഇത്രയും പ്രിയ സഹോദര സഹോദരിമാർക്ക് കടന്നു വരുവാനും വചനം ശ്രദ്ധിപ്പാൻ തക്കൊണ്ട് ഇടയാക്കുന്ന നിൻ്റെ ദാസനും വചനത്തിൻ്റെ മേൽ സ്വാതന്ത്ര്യം നൽകി. അതോർത്തും സ്തോത്രം. ഞങ്ങൾ കേട്ട വചനം അതനുസരിച്ച് നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കണം. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ട് അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. ഒരു കർത്തൃ ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചാൽ സകല ഭയഭക്തിയോടും ആദരവോടും കൂടെ അവിടെ അതാത് സ്ഥലം സഭയിൽ നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. തിരുനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം ഏവരോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നിരദാസനോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഒരു നോട്ടീസ് എൻ്റെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് വായിക്കാനായിട്ട് വിട്ടുപോയി. ധ്യാനയോഗമാണ്. സുവിശേഷ തൽപരരായ ചില സഹോദരന്മാർ കഴിഞ്ഞ 2 വർഷത്തിലധികമായി കീഴ്വൻമഴി, തിരുവമ്മുണ്ടൂർ, കല്ലിശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫോളോ അപ്പിൻ്റെ ഭാഗമായി ഒരു ധ്യാന യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഇമ്മാനുവൽ ബെറൻ സഭ ഹാൾ, പാണ്ടനാട് സൗത്തിൽ വെച്ചായിരിക്കും. 2024 ഒക്ടോബർ 2 ബുധനാഴ്ച രാവിലെ 10 മുതൽ ഉച്ച 1 മണി വരെ ആയിരിക്കും. കൂടാതെ ഈ ഹാൾ നമുക്കായി തന്ന BBC-ക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്.